അപസർപ്പക നോവലിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ പലർക്കും ആദ്യം ഓർമ്മ വരുന്ന പേര് ഷെർലക് ഹോംസ് എന്ന അനശ്വര കഥാപാത്രത്തെ സൃഷ്ടിച്ച സർ ആർതർ കോനൻ ഡോയലിൻ്റെതാകും. എന്നാൽ എഴുതിയ നോവലുകളുടെ എണ്ണത്തിൽ, കഥകളുടെ എണ്ണത്തിൽ, വിറ്റുപോയ പുസ്തകങ്ങളുടെ എണ്ണത്തിൽ കോനൻ ഡോയലിനെ മറികടന്ന മറ്റൊരു ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് ഉണ്ട്. നിങ്ങളിൽ ചിലർ ചിലപ്പോൾ അവരുടെ ആരാധകരാകും. പുസ്തകങ്ങൾ ഒരെണ്ണം പോലും വിടാതെ ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിച്ചിട്ടുള്ളവരും ഉണ്ടാവും. എഴുതിയതൊന്നും തന്നെ വായിച്ചിട്ടില്ലെങ്കിൽ പോലും അപസർപ്പക സാഹിത്യരചനയിൽ അസാമാന്യമായ പ്രതിഭയ്ക്കുടമയായ ആ വനിതയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ നമുക്കിടയിൽ ചുരുക്കമാവും. അവരുടെ പേരാണ് അഗത ക്രിസ്റ്റി. 66 കുറ്റാന്വേഷണ നോവലുകളും 150-ലധികം കുറ്റാന്വേഷണ കഥകളും രചിച്ചിട്ടുണ്ട് അഗത. കുറ്റാന്വേഷണ നോവലുകൾക്ക് പുറമെ മേരി വെസ്റ്റ്മാക്കോട്ട് എന്ന തൂലികാ നാമത്തിൽ പ്രണയ നോവലുകളും അവർ നിരവധി രചിച്ചിട്ടുണ്ട്. 103 ഭാഷകളിലേക്ക് മൊഴിമാറ്റപ്പെട്ട് ലോകമെമ്പാടുമായി വിറ്റുപോയിട്ടുള്ളത് 200 കോടിയിലധികം പുസ്തകങ്ങൾ. അതിൻ്റെ പേരിൽ ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള സാഹിത്യകാരി എന്ന നിലയിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലും ഉണ്ട് അഗത ക്രിസ്റ്റി. പുസ്തകങ്ങളെ പോലെ തന്നെ അവരുടെ ജീവിതത്തിലും അസ്വാഭാവികതകൾക്കും നിഗൂഢതകൾക്കും യാതൊരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല. ഇംഗ്ലണ്ടിലെ ടോക്കി എന്ന ചെറുപട്ടണത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അഗത മേരി മില്ലർ എന്ന പെൺകുട്ടി വളർന്നു വലുതായപ്പോൾ ലോകം മുഴുവൻ ആരാധിക്കുന്ന അഗത ക്രിസ്റ്റി എന്ന അപസർപ്പക സാഹിത്യകാരിയായി മാറിയതിൻ്റെ കഥ. ഓരോ വരികളിലും നിഗൂഢതയും സസ്പെൻസിനെയും കുടിയിരുത്തിക്കൊണ്ട് അവർ നമ്മൾ വായനക്കാരെ കൈപിടിച്ച് നടത്തിയിട്ടുള്ള ഭാവനാ പ്രപഞ്ചത്തിൻ്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഈ എപ്പിസോഡിന് വേണ്ടി ഞങ്ങൾ പ്രധാനമായിട്ടും ആശ്രയിച്ചിട്ടുള്ളത് അഗത ക്രിസ്റ്റിയുടെ ആത്മകഥ, ജാനറ്റ് മോർഗൻ എഴുതിയ അഗത ക്രിസ്റ്റി ജീവചരിത്രം, ചാൾസ് ഓസ്ബോൺ എഴുതിയ ലൈഫ് ആൻഡ് ക്രൈംസ് ഓഫ് അഗത ക്രിസ്റ്റി, രാജൻ തൂവാര എഴുതിയ അഗത ക്രിസ്റ്റി അപസർപ്പകത്തിൻ്റെ മാലാഖ, കാതറിൻ ഹാർക്കപ്പ് എഴുതിയ എ ഈസ് ഫോർ ആഴ്സനിക് ദ പോയ്സൺസ് ഓഫ് അഗത ക്രിസ്റ്റി എന്നീ പുസ്തകങ്ങളെയാണ്. അഗത ക്രിസ്റ്റി എന്ന അപസർപ്പക നോവലിസ്റ്റിൻ്റെ തൂലികയിൽ നിന്ന് പിറന്നു വീണിട്ടുള്ള നോവലുകളും കഥകളും എല്ലാം തന്നെ അവരുടെ ജീവിത പരിസരങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നുമെല്ലാം നീറ്റിയെടുത്തിട്ടുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തെ കുറെ കൂടി അടുത്തറിയേണ്ടത് അവരുടെ സാഹിത്യത്തെ വിശകലനം ചെയ്യുന്ന കാര്യത്തിലും അത്യാവശ്യമാണ്. അഗത ക്രിസ്റ്റിയുടെ ജീനിയോളജി ഒരല്പം സങ്കീർണമായ ഒന്നാണ്. ആദ്യം പറയേണ്ടത് അഗതയുടെ അമ്മയെക്കുറിച്ചാണ്. ക്ലാര എന്ന് വിളിച്ചിരുന്ന ക്ലാരിസ ബോമർ. ഒരു തലമുറ കൂടി നമ്മൾ പിന്നിലേക്ക് പോയാൽ ക്ലാരയുടെ അമ്മയുടെ പേര് മേരി ആൻ വെസ്റ്റ്. സസക്സിലെ ഒരു ഫാമിൽ ഒരു അകന്ന ബന്ധുവിൻ്റെ പരിരക്ഷയിൽ വളർന്നു വന്ന 11 അനാഥ കുട്ടികളിൽ ഒരാൾ. തൻ്റെ പ്രസിദ്ധമായ മിസ് മാർപ്പിൾ എന്ന കഥാപാത്രത്തിന് മേരി ആൻ വെസ്റ്റ് എന്ന ഈ അമ്മൂമ്മയുടെ ചില ട്രെയ്റ്റുകളൊക്കെ ഉള്ളതായിട്ട് അഗത ക്രിസ്റ്റി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ മേരി ആൻ വെസ്റ്റ് തൻ്റെ 16-ാം വയസ്സിൽ ബ്രിട്ടീഷ് കാലാൾപ്പടയുടെ 91-ാം റെജിമെൻറ്റിലെ ഓഫീസറായിരുന്ന ഫ്രെഡറിക് ബോമറിൽ അനുരക്തയാവുന്നു. കുടുംബത്തിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് മേരി 1851 അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നു. 1863 ജേഴ്സിയിൽ സ്റ്റേഷനിലായിരുന്ന സമയത്ത് കുതിരപ്പുറത്തുനിന്ന് തെറിച്ചു വീണ് സംഭവിച്ച പരിക്കുകൾ മൂർച്ഛിച്ച് ഫ്രെഡറിക് അകാലത്തിൽ മരിച്ചു പോകുന്നു. 4 കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം തൻ്റെ 27-ാം വയസ്സിൽ മേരി എന്ന ആ യുവ വിധവയുടെ തലയിലാവുന്നു. കാര്യം സൈന്യത്തിലൊക്കെ ആയിരുന്നു മേരിയുടെ ഭർത്താവിന് ജോലിയെങ്കിലും അയാൾക്ക് സമ്പാദ്യശീലം തെല്ലുമില്ലായിരുന്നു. ചെലവ് കഴിഞ്ഞ് മിച്ചം വരുന്ന പണം മുഴുവൻ അയാൾ എവിടെയൊക്കെ കൊണ്ട് നിക്ഷേപിച്ച് തൊലഞ്ഞുപോയി. പെട്ടെന്നിങ്ങനെ ഭർത്താവ് മരിച്ചതോടെ ഈ 4 പിള്ളേരെയും കൂടി വളർത്തിക്കൊണ്ടുവരാനുള്ള ചെലവുകൾ മേരിക്ക് താങ്ങാനാവാത്ത അവസ്ഥ വന്നു. മേരിക്ക് മാർഗരറ്റ് എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. മാർഗരറ്റ് ആണെങ്കിൽ അന്ന് അമേരിക്കൻ വ്യാപാരിയായിരുന്ന മാഞ്ചസ്റ്റർ സ്വദേശിയായിട്ടുള്ള ധനാഢ്യൻ നഥാനിയൽ മില്ലർ എന്നൊരു വിഭാര്യനെയാണ് വിവാഹം ചെയ്തിരുന്നത്. മില്ലറുടെ ആദ്യ ഭാര്യയിലെ മകൻ ഫ്രെഡറിക് അമേരിക്കയിൽ കാലിഫോർണിയയിലാണ് പഠിച്ചിരുന്നത്. ഒരു കൊച്ചുകുട്ടി വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന നഥാനിയലും മാർഗരറ്റും സന്തോഷത്തോടു കൂടി തന്നെ മേരി ആനിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ മേരി ആനിൻ്റെ മകൾ ക്ലാരയെ അവർ ഏറ്റെടുക്കുന്നു. അങ്ങനെ ക്ലാരയ്ക്ക് തൻ്റെ 9-ാം വയസ്സിൽ അമ്മയെയും മറ്റു സഹോദരങ്ങളെയും ഒക്കെ വേർപിരിഞ്ഞ് ധനികയായ അമ്മായിയുടെ മാളികയിലേക്ക് പോകേണ്ടി വരുന്നു. എന്നാൽ അവരുടെ വീട്ടിലെ ആർഭാടങ്ങളും സൗകര്യങ്ങളും ഒന്നും അവളെ ആകർഷിക്കുന്നില്ല. ആ മാളികയിൽ നിന്ന് 300-ലധികം കിലോമീറ്റർ ദൂരെ കുറഞ്ഞ സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിലും സ്വന്തമായിരുന്ന ആ കുഞ്ഞു വീട് അവൾ വല്ലാതെ മിസ് ചെയ്തു. പക്ഷെ എന്നാലും അമ്മയുടെ പരാധീനതകൾ മനസ്സിലാക്കി അമ്മായിയെ സ്വന്തം അമ്മയായി കണ്ട് ആ പുതിയ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ക്ലാര പരമാവധി ശ്രമിച്ചു. അവിടെ എത്തിയതിനു ശേഷമുണ്ടായ മുഷിപ്പിൻ്റെ ദിവസങ്ങളിൽ അവൾക്ക് ആകെ ആഹ്ലാദം തോന്നിയിരുന്നത് ഫ്രെഡറിക് അവധിക്കാലം ചെലവഴിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് എത്തുമ്പോഴാണ്. കഥകൾ പറയാനുള്ളൊരു സവിശേഷ സ്ഥിതി ഫ്രെഡറിക്കിനുണ്ടായിരുന്നു. ആ കഥ പറച്ചിൽ ക്ലാരയെ അവനിലേക്ക് വലിച്ചടുപ്പിച്ചു. ന്യൂയോർക്കിലെ തന്നെ അനുഭവങ്ങൾ ഫ്രെഡറിക്ക് പൊടിപ്പും തൊങ്ങലും ചേർത്ത് വിവരിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്ലാര അത് കേട്ട് മതി മറന്നിരുന്നു. അവർക്കിടയിലെ അടുപ്പം എന്നു തൊട്ട് ഒരു പ്രണയമായി വളർന്നു എന്നറിയില്ല. എന്തായാലും ഫ്രെഡറിക് അന്നത്തെ പ്രസിദ്ധ ഇംഗ്ലീഷ് കവി റോബർട്ട് സൗത്തിയുടെ ഒരു കവിതാ സമാഹാരത്തിൻ്റെ 1-ാം പേജിൽ ക്ലാരയ്ക്ക് പ്രണയപൂർവ്വം എന്നെഴുതി അവൾക്ക് സമ്മാനിച്ച ആ ദിവസം അതിൻ്റെ മുള പൊട്ടിയിട്ടുണ്ടാവണം. പിന്നെയും 8 വർഷം കഴിഞ്ഞ് 1877 ഫ്രെഡറിക് ക്ലാരയോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു. ആദ്യം അത് കണ്ണടച്ച് നിരസിച്ചുവെങ്കിലും ഫ്രെഡറിക്കിൻ്റെ പ്രണയം കണ്ടില്ലെന്ന് നടിക്കാൻ ഏറെക്കാലം ക്ലാരയ്ക്ക് സാധിക്കുന്നില്ല. 1878 ചെഷയറിൽ വെച്ച് അവരുടെ വിവാഹം നടക്കുന്നു. വിവാഹശേഷം ടോക്കിയിലെ കടൽ തീരത്തുള്ളൊരു ബംഗ്ലാവ് വിലയെടുത്ത് വാങ്ങി ദമ്പതികൾ അവിടേക്ക് താമസം മാറ്റുന്നു.
അവിടെ വെച്ച് ആദ്യം ക്ലാരയ്ക്ക് മാഡ്ജ് എന്നൊരു പെൺകുട്ടി ജനിക്കുന്നു. മാഡ്ജിനെ പ്രസവിച്ച് 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ അവർ വീണ്ടും ഗർഭിണിയാവുന്നു. രണ്ടാമത് ജനിച്ചത് ഒരു ആൺകുഞ്ഞായിരുന്നു. അവർ അവന് മോണ്ടി എന്ന് പേരിട്ടു. ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഫ്രെഡറിക് ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയ്ക്ക് പോയും വന്നും ഇരുന്ന കാലമാണത്. ഏതാണ്ട് ആ സമയത്ത് തന്നെ ഇവർ ടോക്കിയിലെ ബംഗ്ലാവ് വിട്ട് ആഷ്വില്ലിൽ തുറമുഖത്തോട് ചേർന്ന് നിൽക്കുന്ന വലിയൊരു വീട് സ്വന്തമാക്കി അങ്ങോട്ടേക്ക് താമസം മാറ്റുന്നു. ആഷ്വില്ലിലെ ഈ വീട്ടിൽ വെച്ച് 1890 സെപ്റ്റംബർ 15 ക്ലാര തൻ്റെ 3ാമത്തെ കുഞ്ഞിന്, തൻ്റെ 2ാമത്തെ പെൺകുട്ടിക്ക് ജന്മം നൽകുന്നു. ആ ഒരു പെൺകുട്ടിക്ക് ചാർത്താൻ വേണ്ടി 3 പേരുകളാണ് ക്ലാര മനസ്സിൽ കരുതിയത്: ക്ലാരിസ, മേരി, അഗത. ക്ലാരിസ സ്വന്തം പേരിൻ്റെ തന്നെ ചൂട് പിടിച്ചിട്ടതാണ്. മേരി കുഞ്ഞിൻ്റെ അമ്മൂമ്മയുടെ, അതായത് ക്ലാരയുടെ അമ്മയുടെ പേരാണ്. ക്ലാരയ്ക്ക് അന്ന് വളരെ ഇഷ്ടമുണ്ടായിരുന്ന കൃതിയായിരുന്നു ദിന ക്രൈക്ക് എഴുതിയ അഗതാസ് ഹസ്ബൻഡ്. ആ നോവലിലെ നായികയുടെ പേരും അഗത എന്നായിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അഗത എന്നിട്ടു. അങ്ങനെ അഗത മേരി ക്ലാരിസ മില്ലർ എന്ന് കുഞ്ഞിൻ്റെ പേര് ഉറപ്പിക്കപ്പെട്ടു. ക്ലാരയുടെ ആദ്യത്തെ 2 കുഞ്ഞുങ്ങളും ഒരു പ്രായമെത്തിയപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങി. അതോടെ പകൽ നേരങ്ങളിൽ അഗത മാത്രമായി അമ്മയുടെ സന്തത സഹചാരി. 2 വയസ്സാകുമ്പോഴേക്കും തന്നെ സാമാന്യം നന്നായി സംസാരിക്കാൻ ആരംഭിച്ച അഗത അപ്പൻ്റെ കഥ പറയാനുള്ള മികവ് ചെറിയ തോതിൽ പ്രകടിപ്പിക്കാൻ ആരംഭിച്ചു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സിൽ ഊറി വന്ന ഭാവനകൾ അവൾ അമ്മയോട് പങ്കിട്ടു. അനേകം കഥാപാത്രങ്ങളെ അവൾ ആ കൊച്ചു മനസ്സുകൊണ്ട് രൂപപ്പെടുത്തി. അമ്മ ക്ലാരയും സത്യത്തിൻ്റെ കലർപ്പുള്ളതും ഭാവനയുടെ മേമ്പൊടി കലർന്നതുമായിട്ടുള്ള പല കഥകളും അന്ന് അഗതയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. നന്മ തിന്മയെ അതിജീവിക്കുന്ന എന്തെങ്കിലുമൊക്കെ സന്ദേശമുള്ള കഥകളായിരുന്നു അതൊക്കെയും. അവളെ നോക്കാൻ ഏർപ്പാട് ചെയ്ത നഴ്സിൻ്റെ കയ്യിലും ഒരുപാട് കഥകളുണ്ടായിരുന്നു. ക്ലാരയ്ക്ക് പക്ഷെ ഒരു കാര്യത്തിൽ കടുംപിടുത്തമുണ്ടായിരുന്നു. 8 വയസ്സെങ്കിലും തികയാതെ കുട്ടികളെ പുസ്തകം വായിപ്പിക്കരുത് എന്ന് അവർ കരുതി. അങ്ങനെ ചെയ്താൽ അത് അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള ശേഷികളെ മന്ദീഭവിപ്പിക്കും എന്നൊരു അന്ധവിശ്വാസം അവർ വെച്ചു പുലർത്തിയിരുന്നു. അതുകൊണ്ട് മൂത്ത കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി 8 വയസ്സാകുമ്പോൾ മാത്രം അഗത അക്ഷരാഭ്യാസം നടത്തിയാൽ മതി എന്ന് ക്ലാര ശഠിച്ചു. അഗതയ്ക്ക് അതുവരെ പുസ്തകങ്ങൾ കൊടുക്കരുത് എന്ന് നഴ്സിന് ക്ലാര കർശന നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിലും സാധാരണയായിട്ട് അമ്മമാർ ചെയ്യാൻ തയ്യാറാകാത്ത ഒരു കാര്യമാണത്. എന്നാൽ അമ്മയുടെ ഈ പദ്ധതികളെ അട്ടിമറിച്ചുകൊണ്ട് 5 വയസ്സ് തികഞ്ഞപ്പോഴേക്കും സാധാരണ ആ പ്രായത്തിലുള്ളവർക്ക് അത്ര എളുപ്പത്തിൽ സാധിക്കാത്ത ഒരു കാര്യം, ഇംഗ്ലീഷ് വായിക്കാനുള്ള കഴിവ് അഗത നേടിയെടുത്തു. ആഷ്ഫീൽഡിലെ ആ ബംഗ്ലാവിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു. കഥ പറയാനും വായിക്കാനും ഇഷ്ടമുണ്ടായിരുന്ന അച്ഛൻ ഫ്രെഡറിക് അങ്ങനത്തെ നിരവധി പുസ്തകങ്ങൾ ശേഖരിച്ചു വച്ചില്ലെങ്കിലാണ് അത്ഭുതം. ധാരാളം ക്ലാസിക് പുസ്തകങ്ങൾ ആ വീട്ടിൽ നല്ല വൃത്തിയായി അടുക്കി വെച്ചിരുന്നു. തൻ്റെ മകൾ അക്ഷരങ്ങളോടും വായനയോടും അകന്നു നിൽക്കട്ടെ എന്ന് അമ്മ ആഗ്രഹിച്ചപ്പോൾ ആരോരും അറിയാതെ അഗത ഒരു പുസ്തകം കരസ്ഥമാക്കി. LT മീഡ് എന്ന എഴുത്തുകാരി രചിച്ച ഏഞ്ചൽ ഓഫ് ലവ് ആയിരുന്നു ആ പുസ്തകം. സ്കൂൾ പാഠപുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന അലമാരിയിൽ നിന്ന് ഏറെ യാദൃച്ഛികമായിട്ടാണ് അത് അഗതയ്ക്ക് വീണ് കിട്ടുന്നത്. ആ പുസ്തകം രഹസ്യമായി തൻ്റെ കമ്പിളി ജാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ച് അഗത താഴേക്ക് ഇറങ്ങി വന്നു. ഉച്ചമയക്കത്തിലാണ്ട് അമ്മയെ ഉണർത്താതെ പതുങ്ങി അവൾ ആ പുസ്തകം കൊണ്ട് കോണിപ്പടി ഇറങ്ങി ഹോൾ വഴി മുറ്റത്തേക്ക് ഇറങ്ങി ആ വളപ്പിലെ മാവിൻ്റെ ചോട്ടിൽ ചെന്ന് ഒളിച്ചിരുന്നു. ഈ കാര്യത്തിൽ അന്ന് അവളുടെ വളർത്തുനായ ടോണി ഒരേ ഒരാൾ മാത്രമായിരുന്നു ദൃക്സാക്ഷി. ഏതാണ്ട് 100-200 പേജോളം വരും ആ പുസ്തകം. അതിലെ കഥ അവൾക്ക് അമ്മയോ നേഴ്സോ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പലവട്ടം. കഥ അങ്ങനെ മനഃപ്പാഠമായിട്ട് അറിയാമായിരുന്നുവെങ്കിലും ഇംഗ്ലീഷ് ലിപിയിൽ എഴുതി വെച്ചിട്ടുള്ളത് അഗതയ്ക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. അതിനകത്തുള്ള കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എടുക്കുമെന്ന് അവൾ മണിക്കൂറുകളോളം ഇരുന്ന് തല പുകഞ്ഞ് ആലോചിച്ചു. മണിക്കൂറുകൾ ദിവസങ്ങൾക്ക് വഴിമാറി, ദിവസങ്ങൾ ആഴ്ചകൾക്കും, ആഴ്ചകൾ മാസങ്ങൾക്കും. ഒരു ദിവസം വൈകുന്നേരം അവളുടെ നേഴ്സ് ഏറെ അപ്രതീക്ഷിതമായി ആ മാവിൻ ചൂട്ടിലെത്തിയപ്പോൾ ഒരു സ്കൂൾ കുട്ടിയെക്കുറിച്ചുള്ള കഥ അവ്യക്തമായി പദ്യം ചൊല്ലുന്നത് പോലെ അഗത ഉരുവിടുന്നത് കണ്ടു. നഴ്സിനെ അമ്പരപ്പിച്ചുകൊണ്ട് അപ്പോൾ അഗതയുടെ കമ്പിളിക്കോട്ടിനുള്ളിൽ നിന്ന് ഒരു പുസ്തകം മണ്ണിലേക്ക് ഉതിർന്നു വീണു. എനിക്ക് വായിക്കാൻ കഴിയുമെന്ന് അഗത നഴ്സിനെ നോക്കി ചിരിച്ചുകൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു. യാതൊരു ശിക്ഷണവുമില്ലാതെ അഗത വായിക്കാൻ പഠിച്ചു എന്ന അറിവ് ആ നഴ്സിനെയും അതിശയിപ്പിച്ചു. ഈ വിവരം എത്രയും പെട്ടെന്ന് ക്ലാരയെ അറിയിക്കണമെന്ന് നഴ്സിന് തോന്നി. അഗതയ്ക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് അവളുടെ അമ്മയെ അറിയിച്ചതിനോടൊപ്പം തോട്ടത്തിൽ വീണുകിടന്നിരുന്ന ഏഞ്ചൽ ഓഫ് ലവ് എന്ന പുസ്തകവും അവർ ക്ലാരയുടെ നേർക്ക് നീട്ടി. ഈ വിവരമറിഞ്ഞ് ആദ്യമൊന്ന് അമ്പരന്ന് പോയി എങ്കിലും തൻ്റെ അതുവരെയുള്ള തീരുമാനം അന്നു മുതൽ ഉപേക്ഷിക്കാൻ അവർ തയ്യാറായി. നഴ്സിനോട് അവർ ഇങ്ങനെ പറഞ്ഞു: കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ വെച്ചിട്ടുള്ള അലമാരയില്ലേ, ഇനി മുതൽ സാഹിത്യ പുസ്തകങ്ങൾ കൊണ്ടു നിറയ്ക്കണം. അഗത ഇനി അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വായിക്കട്ടെ. അങ്ങനെ മമ്മയുടെ അനുവാദം കിട്ടിയതോടെ അഗത വായനയുടെ അനന്തതയിലേക്ക് പ്രവേശിച്ചു. പുതിയ മനുഷ്യർ, പുതിയ കഥകൾ, പുതിയ വാക്കുകൾ ഒക്കെയും അവളുടെ മനസ്സിൽ വന്നു നിറഞ്ഞു. ചാൾസ് ഡിക്കൻസ്, റുഡിയാർഡ് കിപ്ലിംഗ്, ലൂയിസ് കരോൾ എന്നിവരുടെ പുസ്തകങ്ങൾ അവൾ വായിച്ചു തുടങ്ങി. 1896 അഗതയുടെ അച്ഛൻ ഫ്രെഡറിക്കിന് അമേരിക്കയിലെ വ്യാപാരം മതിയാക്കി തിരിച്ചു വരേണ്ട സാഹചര്യമുണ്ടായി. അച്ഛൻ നടത്തിയിരുന്ന ബിസിനസ് ഫ്രെഡറിക്കിൻ്റെ കയ്യിൽ എത്തിയപ്പോഴേക്കും അത് തകർച്ചയിലേക്ക് വീഴുകയായിരുന്നു. അതോടെ ബിസിനസ് മരവിപ്പിച്ച് സ്ഥിരവരുമാനമുള്ള എന്തെങ്കിലും കണ്ടെത്താൻ അയാൾ നിർബന്ധിതനായി. അത്രയും നാൾ സ്വന്തമായി ബിസിനസ് ചെയ്ത് പിന്നെ വല്ലവരുടെയും കീഴിൽ ജോലിക്കാരനാവുക എന്നത് ഫ്രെഡറിക്കിന് അത്ര എളുപ്പമുള്ള പണി ആയിരുന്നില്ല. അയാൾ പല പോംവഴികളും ആലോചിച്ചു. ആഷ്ഫീൽഡിലെ മാളിക വീട് വാടകയ്ക്ക് കൊടുക്കുക എന്നതായിരുന്നു അതിലൊന്ന്.
അങ്ങനെ പിരിഞ്ഞു കിട്ടുന്ന സംഖ്യയ്ക്ക് കുറെ കൂടി ചെറിയൊരു വീട് വാടകയ്ക്ക് എടുത്തു വേണം ഇനി കഴിഞ്ഞുകൂടാൻ. ഈ തീരുമാനം അയാൾ കുട്ടികളെ അറിയിച്ചു. വേണ്ട സാധനങ്ങളെല്ലാം മാളികയിൽ തന്നെയുള്ളൊരു നിലവറയിലിട്ട് പൂട്ടാൻ തീരുമാനമായി. പപ്പയുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്ന 6 വയസ്സുകാരി അഗത അന്ന് തൻ്റെ പാവകളെ വിൽക്കാം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് കേട്ട് വികാരാധീനയാകുന്ന ക്ലാര മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പാവകളെ വിൽക്കാതെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് അവളെ ആശ്വസിപ്പിച്ചു. അമേരിക്കക്കാരനായ ഒരു സമ്പന്നനാണ് അന്ന് ആഷ്വില്ലിലെ ബംഗ്ലാവ് വാടകയ്ക്ക് കിടക്കുന്നത്. വീട് വാടകയ്ക്ക് കൊടുത്ത ശേഷം ഫ്രെഡറിക്ക് ഭാര്യയും മക്കളെയും കൂട്ടി കപ്പലിൽ ഒരു വിദേശ സഞ്ചാരത്തിന് പോകുന്നുണ്ട്. ഫ്രാൻസിൽ മാസങ്ങൾ ചെലവിട്ട ശേഷം 1897 ഒക്ടോബർ പകുതിയോടെ അവർ തിരികെ ആഷ്വില്ലിലേക്ക് മടങ്ങിയെത്തുന്നു. അവിടെ കഴിഞ്ഞ കാലത്ത് വീണ്ടും അവരെ സാമ്പത്തിക ഞെരുക്കങ്ങൾ വേട്ടയാടുന്നു. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് 1899 മാർച്ചിൽ ഫ്രെഡറിക്കിന് ശക്തമായിട്ടുള്ള നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. ഒരു മാസത്തിന് ശേഷം അയാളുടെ നെഞ്ചിൽ കടുത്ത ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. അതിശക്തമായ കഫം കടുത്ത ചുമയിലേക്ക് അയാളെ നയിക്കുന്നു. ആ ചുമ വില്ലനായി അത് ശ്വാസതടസ്സത്തിലേക്കും ആസ്മയിലേക്കും നീങ്ങുന്നു. ഡോക്ടർക്ക് വിളി പോയപ്പോഴേക്കും ശ്വാസം മുട്ട് ന്യൂമോണിയ ആയി കഴിഞ്ഞിരുന്നു. മരുന്നുകൾക്ക് പിന്നീട് അങ്ങോട്ട് അയാളുടെ രോഗത്തിന് ശമനമുണ്ടാക്കാൻ സാധിച്ചില്ല. അങ്ങനെ 1901 നവംബറിൽ തൻ്റെ 56-ാമത്തെ വയസ്സിൽ ഫ്രെഡറിക് മില്ലർ മരണത്തിൽ കീഴടങ്ങുന്നു. 10 വയസ്സ് കഴിയുന്ന കാലം തൊട്ട് തന്നെ അഗത തൻ്റെ ഡയറിയിൽ ചെറു കവിതകൾ കുറിച്ചു വയ്ക്കാൻ തുടങ്ങിയിരുന്നു. അവളിപ്പോൾ സ്കൂളിൽ ചേർന്ന് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അക്ഷരവും വ്യാകരണവും ഒന്നും വേണ്ടത്ര അഭ്യസിച്ചിട്ടില്ലാത്തൊരു പെൺകുട്ടിക്ക് എഴുതാനാവുന്നതിലും സംവേദനശേഷിയുള്ളവയായിരുന്നു ഈ വരികൾ. അഗതയുടെ സ്കൂൾ പഠനം കാര്യമായ തടസ്സങ്ങൾ കൂടാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മ ക്ലാര അവളെയും കൊണ്ട് ഫ്രാൻസിലേക്കൊരു യാത്ര പുറപ്പെട്ടു. അവിടെ ഡ്രേഡൻ ഫിനിഷിംഗ് സ്കൂളിൽ അവളെ പഠിക്കാൻ ചേർത്തു. 1905 അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി ഒരു പരിഷ്കൃത സുന്ദരിയായി അഗത പുറത്തു വന്നു. അവൾക്ക് അപ്പോഴേക്കും 17 വയസ്സ് തികഞ്ഞിരുന്നു. അമ്മയ്ക്കൊപ്പം യാത്രയ്ക്ക് പോയ അവസരങ്ങളിൽ സൈനിക ഓഫീസർമാരായിട്ടുള്ള യുവാക്കൾ പലരും അഗതയ്ക്ക് മേൽ കണ്ണുവെച്ചുവെങ്കിലും അവൾ അതെല്ലാം വിദഗ്ധമായി അവഗണിച്ചു. തന്നെ നേർക്കുവന്ന പ്രണയലേഖനങ്ങളൊക്കെയും അവൾ നിഷ്കരുണം ചവറ്റുകുട്ടയിലെറിഞ്ഞു. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ അഗതയ്ക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങി. അതൊന്നും മുറുകി വന്ന സമയത്താണ് അവൾക്ക് ജ്വരം പിടിപെടുന്നത്. ഏതാണ്ട് 1 മാസത്തോളം കാലം ജ്വരം മൂർച്ഛിച്ച് കിടപ്പായിരുന്നു. പിന്നെ അങ്ങനെ വെറുതെ കിടക്കുന്നതിൻ്റെ മടുപ്പ് സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ അമ്മ ക്ലാര എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ ഈ വിരസത അകന്നേക്കാമെന്ന് അവളോട് പറയുന്നു. അങ്ങനെയാണ് അഗത ആദ്യമായി എഴുത്തിലേക്ക് കൈവയ്ക്കുന്നത്. രോഗം ഭേദപ്പെട്ട ശേഷം തുടർന്നും എന്തെങ്കിലും എഴുത്തുപണികൾ ചെയ്താൽ കൊള്ളാമെന്ന് അവൾക്ക് തോന്നി. ചേച്ചിയുടെ പഴഞ്ചൻ ടൈപ്പ്റൈറ്റർ ആയുധമാക്കി അവൾ നിരന്തരം ജോലി ചെയ്തു. ദ ഏജ് ഓഫ് ദ ബ്യൂട്ടി എന്ന് പേരിട്ട 30 പേജുള്ള ഒരു കഥ മാക് മില്ലർ എന്ന പേരിലാണ് അവൾ പ്രസിദ്ധപ്പെടുത്താൻ ആലോചിച്ചത്. ഭ്രാന്തും മന്ത്രവാദവും ഒക്കെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ആ കഥ ഒരു കൗമാരക്കാരിയുടെ നിലവാരം വെച്ച് നോക്കിയാൽ അത്ര മോശം രചനയല്ല. പല മാസികകളുടെയും ആപ്പീസുകളിലേക്ക് ഈ കഥയൊക്കെ അയച്ചു കൊടുത്തു. പക്ഷേ ഇതെല്ലാം തിരസ്കാരക്കുറിപ്പുകൾ സഹിതം മടങ്ങി വന്നു. എന്നാൽ അഗത തൻ്റെ എഴുത്തു പരിശ്രമങ്ങൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ദ കോൾ ഓഫ് ദ വിങ്, ദ ലോൺലി ഗോഡ് എന്നിവ പുതിയ രചനകളായി പുറത്തു വന്നു. വാരികകളിലേക്ക് അതൊക്കെ അയച്ചു കൊടുത്തുവെങ്കിലും പോയതുപോലെ എല്ലാം മടങ്ങി വന്നു. അതോടെ എഴുത്ത് തനിക്ക് പറ്റിയ മേഖലയല്ല എന്ന് തിരിച്ചറിയുന്ന അഗത സംഗീതത്തിലേക്കും നൃത്തത്തിലേക്കും മാറുന്നു. എന്നാൽ അതൊന്നും തന്നെ വേണ്ടത്ര വിജയകരമായില്ല. ഈ ഘട്ടത്തിൽ മുഷിവ് മാറ്റാൻ വേറെ മാർഗമില്ല എന്ന തിരിച്ചറിവുണ്ടായി അഗത വീണ്ടും എഴുത്തിലേക്ക് തന്നെ തിരികെ വരികയായിരുന്നു. കഥ എഴുതാൻ പേനയും പേപ്പറുമായിട്ട് ഇരുന്നപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അമ്മയ്ക്കൊപ്പം നടത്തിയ ഈജിപ്ഷ്യൻ യാത്രയുടെ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് വന്നു. ഈ ഓർമ്മകളിൽ നിന്നാണ് സ്നോ അപ്പോൺ ദ ഡെസേർട്ട് എന്ന അഗത ക്രിസ്റ്റിയുടെ കഥ രൂപം പ്രാപിക്കുന്നത്. എഴുത്തിൽ കാര്യമായ പെർഫെക്ഷൻ ഒന്നും അവകാശപ്പെടാനില്ലായിരുന്നുവെങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കുറേ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ ഇക്കുറി അഗതയ്ക്കായി. ഈ കഥ വായിച്ച ഈഡൻ ഫിലിപ്പോസ് എന്ന നോവലിസ്റ്റ് ഈ കൃതി ഒന്ന് ചെറുതായി എഡിറ്റ് ചെയ്താൽ നന്നാവും എന്നൊരു അഭിപ്രായം അഗതയെ അറിയിക്കുന്നു. അതവൾക്ക് വളരെയധികം ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്നു. ഇതേ ഈഡൻ തന്നെ അന്ന് അഗതയെ ഹ്യൂഗ്സ് മാസി എന്നൊരു ലിറ്റററി ഏജന്റിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. അഗതയുടെ അടുത്ത സാഹിത്യ സാഹസം വിഷൻ എന്ന ഒരു കൃതിയായിരുന്നു. എന്നാൽ ഈ കൃതിയിൽ ദ മിസ്റ്ററി ഓഫ് ദ യെല്ലോ റൂം എന്ന ഗ്യാസ്റ്റൺ ലിറു കൃതിയുടെ സ്വാധീനമുണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ഹ്യൂഗ്സ് മാസി അതിനെ തിരസ്കരിച്ചതോടെ തൻ്റെ സാഹിത്യ പരിശ്രമങ്ങൾ അഗത തൽക്കാലത്തേക്ക് മതിയാക്കുന്നു. അഗതയ്ക്ക് 20 വയസ്സ് കഴിഞ്ഞു നിൽക്കുന്ന സമയം. അഗതയുടെ സൗന്ദര്യത്തിൽ മുഗ്ധരായി സൈനിക ഓഫീസർമാരടക്കം നിരവധി ചെറുപ്പക്കാർ അവളുടെ വീട്ടിലേക്ക് വിവാഹാലോചനയുമായി ഒന്നിനു പിന്നാലെ ഒന്നായി എത്തിക്കൊണ്ടിരുന്നു. അവരെല്ലാം അഗത നിഷ്കരുണം തിരസ്കരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1912 ഒക്ടോബറിൽ നടന്ന ഒരു സൈനിക ആഘോഷ ചടങ്ങിൽ വെച്ച് ആർച്ചിബാൾഡ് ക്രിസ്റ്റി എന്ന സെക്കൻഡ് ലഫ്റ്റനന്റ് ഏറെ യാദൃച്ഛികമായി അഗതയെ കണ്ടുമുട്ടുന്നത്. ഇയാളുടെ പെരുമാറ്റം അവളെ വല്ലാതെ ആകർഷിച്ചു. നീല കണ്ണുകളും ചുവന്ന കവിളുകളുമുള്ള ആ യുവ ഓഫീസറിൽ അഗത അനുരക്തയായി. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അയാൾക്കും അവളെ വല്ലാതെ ഇഷ്ടമായി. തൻ്റെ കാമുകൻ ഒരു വ്യോമസേന പൈലറ്റാണെന്ന് അറിഞ്ഞപ്പോൾ അഗതയുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് അയാളോടൊത്ത് പോർവിമാനത്തിലൊരു സാഹസിക പറക്കലിനുള്ള സാധ്യതകളും അതുകൊണ്ടുണ്ടായേക്കാവുന്ന അപായങ്ങളുമാണ്. അതോർത്തപ്പോൾ ഒരു ചെറു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ തങ്ങി നിന്നു. തൻ്റെ മകൾ ഒരു എയർഫോഴ്സ് പൈലറ്റിനെ വിവാഹം കഴിക്കുന്നത് അമ്മ ക്ലാരയ്ക്ക് ഒട്ടും സമ്മതമല്ലായിരുന്നു.
എന്നാലും ഒടുവിൽ മകളുടെ ഇഷ്ടം പരിഗണിച്ച് അവർ അതിനുള്ള സമ്മതം അറിയിക്കുന്നു. 1914 ഓഗസ്റ്റ് മാസത്തിൽ അഗതിയും ആർച്ചിയും തമ്മിൽ എൻഗേജ്ഡ് ആയിരുന്ന സമയത്ത് അഗതിയുടെ അച്ഛൻ ഫ്രെഡറിക്കിന്റെ അമേരിക്കയിലെ വ്യാപാര സ്ഥാപനം കടം കയറി പാപ്പർസൂട്ടടിച്ച് മില്ലർ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വഴുതി വീഴുന്നു. ഏതാണ്ട് ആ സമയത്ത് തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ബ്രിട്ടൻ ജർമ്മനിക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ ബഹളങ്ങളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് 1914 ഡിസംബർ 24 അഗതിയും ആർച്ചിയും വിവാഹിതരാകുന്നു. ചടങ്ങ് കഴിഞ്ഞ് 3-ാം ദിവസം തന്നെ ആർച്ചിക്ക് യുദ്ധമുഖത്തേക്ക് പോകാനുള്ള ഉത്തരവും കിട്ടുന്നു. ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് ഇംഗ്ലണ്ടിൽ യുദ്ധത്തിൽ പരിക്കേൽക്കുന്നവരെ പരിചരിക്കാൻ വേണ്ടി റെഡ് ക്രോസ് വോളണ്ടറി എയ്ഡ് ഡിറ്റാച്ച്മെന്റ് എന്ന സന്നദ്ധ സംഘം രൂപീകരിക്കുന്നത്. നഴ്സുമാരും ആതുര ശുശ്രൂഷയുടെ ആഭിമുഖ്യമുള്ളവരുമൊക്കെ അതിൽ ഒരുപോലെ പങ്കാളികളാകുന്നു. ടോക്കിയിൽ അത്യാഹിത ചികിത്സയ്ക്കുള്ള ഒരു ആശുപത്രിയും നിലവിൽ വരുന്നു. അഗതിയെപ്പോലെ ആതുര ചികിത്സയുമായി നേരിട്ട് ബന്ധമില്ലാത്തവരുടെ പോലും സേവനങ്ങൾ അന്ന് ഈ ആശുപത്രിയുടെ അധികൃതർ സ്വീകരിച്ചിരുന്നു. ആദ്യം അഗതിക്ക് അവിടെ കിട്ടിയ പണി തറ അടിച്ചു തുടയ്ക്കുന്നതായിരുന്നുവെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ പരിക്കേറ്റെത്തുന്ന സൈനികരുടെ പ്രഥമ ശുശ്രൂഷയുടെ ചുമതല കൂടി അവൾക്ക് കിട്ടുന്നു. തുടക്കത്തിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ഡ്യൂട്ടിയും പിന്നീട് ഫാർമസിയിലെ ഡിസ്പെൻസിംഗ് ഡ്യൂട്ടിയുമായിരുന്നു അവൾക്ക് കിട്ടിയത്. ഡിസ്പെൻസറിയിൽ മരുന്നുകൾ തയ്യാറാക്കി നൽകുന്ന ജോലി അവളുടെ ജീവിതം മാറ്റിമറിച്ചു. ഫാർമസി ഷെൽഫുകളിൽ സൂക്ഷിച്ചിരുന്ന ഓരോ മരുന്നിൻ്റെയും പേരുകളും ഫലസിദ്ധികളും പാർശ്വഫലങ്ങളും ഡോസ് ഏറിയാലുണ്ടായേക്കാവുന്ന അപകടങ്ങളുമൊക്കെ ജോലിയുടെ ഭാഗമായി അവൾക്ക് അറിയേണ്ടതായിട്ട് വന്നു. ഡോസ് വിഷമാകുന്ന ലിമിറ്റ് എന്താണ് എന്ന് ഓരോ മരുന്നിൻ്റെയും കാര്യത്തിൽ അവൾ കൃത്യമായി തന്നെ മനസ്സിലാക്കി. ഓവർഡോസ് ഉണ്ടായാൽ ശരീരം അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും എത്ര നേരം കൊണ്ട് മരണം രോഗിയെ തേടി എത്തുമെന്നും മരിക്കും മുമ്പ് രോഗി എന്തെന്തൊക്കെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും എന്നതിനെപ്പറ്റിയൊക്കെ അഗത ആഴത്തിൽ തന്നെ പഠിക്കാൻ ശ്രമിച്ചു. പ്രത്യക്ഷത്തിൽ പ്രകടമായി തന്നെ വിഷബാധയെന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള ടോക്സിനുകൾ ഏതൊക്കെയാണ്, സ്വാഭാവിക മരണമെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ അവൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. 1917 അപ്പോത്തഗരീസ് സൊസൈറ്റി നടത്തിയ ഡിസ്പെൻസിംഗ് അസിസ്റ്റന്റ് പരീക്ഷ കൂടി പഠിച്ച് പാസ്സായതോടെ ടോക്സിക്കോളജിയിലെ അഗതയുടെ അറിവ് വീണ്ടും വർദ്ധിച്ചു. ആശുപത്രി ജോലിക്കിടയിൽ അഗതയ്ക്ക് ഇൻഫ്ലുവൻസ ബാധിക്കുന്നു. അധികൃതർ അവൾക്ക് 3 ആഴ്ചത്തെ വിശ്രമം അനുവദിക്കുന്നു. ഈ അവധിക്കാലത്ത് വെറുതെ ഇരിക്കില്ല എന്ന് നിശ്ചയിച്ച അഗത ചേച്ചി മാഡ്ജിന്റെ പഴയ ടൈപ്പ്റൈറ്റർ വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ എന്തെഴുതണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അഗതയ്ക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഓർമ്മ വരുന്നത്. അഗതയും സഹോദരി മാഡ്ജും തമ്മിൽ അവർ വായിച്ചൊരു മർഡർ മിസ്റ്ററിയെക്കുറിച്ച് കൂലങ്കഷമായിട്ടുള്ളൊരു ചർച്ച നടക്കുകയായിരുന്നു. ആ ചർച്ചയ്ക്കിടയിൽ അഗത തൻ്റെ ചേച്ചിയോട് വലുതാകുമ്പോൾ ഞാനും ഇതുപോലെ ഒരു അപസർപ്പക കഥ എഴുതും എന്ന് പറയുന്നു. അതൊന്നും നിന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യങ്ങളല്ല എന്ന് അന്ന് മാഡ്ജ് അനുജത്തിയെ പരിഹസിക്കുന്നു. അന്ന് ചേച്ചി അങ്ങനെ പറഞ്ഞതിൻ്റെ പുറത്തുള്ള വാശി വർഷങ്ങൾക്കിപ്പുറം 1916 അഗതയുടെ മനസ്സിൽ മായാതെ കിടപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അപസർപ്പക സാഹിത്യത്തിൽ തന്നെ ഒരു കൈ നോക്കാമെന്നായി അഗതയുടെ ചിന്ത. പിന്നീട് അങ്ങോട്ടുള്ള അവളുടെ ഗവേഷണവും വായനയും ഒക്കെ ആ വഴിക്ക് തിരിഞ്ഞു. അവധിയും വിശ്രമവും എല്ലാം അവൾ എഴുത്തിലേക്ക് ആവാഹിച്ചു. അസുഖം ഭേദമായ ശേഷം അഗത തിരികെ ജോലിക്ക് കയറുന്നത് ടോക്കിയിലെ മറ്റൊരു ആശുപത്രിയുടെ ഡിസ്പെൻസറിയിലാണ്. ജോലിക്കിടെ കിട്ടിയിരുന്ന ഒഴിവു സമയം എല്ലാം തന്നെ താൻ എഴുതാൻ പോകുന്ന അപസർപ്പക കഥയുടെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി, അതിന് റിസർച്ചുകൾക്ക് വേണ്ടി അഗത വിനിയോഗിച്ചു തുടങ്ങി. ഈ സമയത്ത് മുന്നിലുണ്ടായിരുന്ന ഒരു പ്രധാന ആശയക്കുഴപ്പത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ആത്മകഥയിൽ അഗത വിസ്തരിച്ചെഴുതിയിട്ടുണ്ട്. എന്തുതരം ഡിറ്റക്റ്റീവ് സ്റ്റോറി വേണം എഴുതാൻ എന്നതായിരുന്നു അഗതയുടെ മനസ്സിലെ സംശയം. ഡിസ്പെൻസറിയിലെ ജോലിയുടെ ഭാഗമായി അഗതയ്ക്ക് പലതരം ടോക്സിനുകൾ, അതായത് വിഷങ്ങളെക്കുറിച്ചുള്ള അറിവ് നേടാൻ സാധിച്ചിരുന്നു. അതുകൊണ്ടൊരു കുറ്റാന്വേഷണ നോവൽ എന്ന് ചിന്തിച്ചപ്പോൾ ആദ്യം അഗതയുടെ മനസ്സിലേക്ക് വന്നത് ആരെയോ വിഷം കൊടുത്തു കൊന്ന കേസിൻ്റെ അന്വേഷണം എന്ന് തന്നെയാണ്. വിഷം പിന്നീട് അങ്ങോട്ടുള്ള അഗത ക്രിസ്റ്റിയുടെ സാഹിത്യ ജീവിതത്തിലെ ഒരു സുപ്രധാന ഘടകമായിട്ട് മാറുന്നു. അഗത ക്രിസ്റ്റി രചിച്ച 66 മർഡർ മിസ്റ്ററികളിലായിട്ട് 30-ലധികം കഥാപാത്രങ്ങൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതുപോലെ വിഷം അകത്ത് എന്നാണ്. അങ്ങനെ ഒരു ലൈൻ ഉറപ്പിച്ചിട്ടും എഴുത്തുകാരുടെ മുന്നിൽ പിന്നെയും ചോദ്യങ്ങൾ പലതും ഉണ്ടായിരുന്നു. ആരെയായിരിക്കും വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ടാവുക? ആരായിരിക്കും അത് ചെയ്യുന്നത്? എപ്പോൾ, എന്തിന്, എവിടെ വെച്ച്, എങ്ങനെ? അങ്ങനെ പല ചോദ്യങ്ങൾക്കും ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അഗതയാണെങ്കിൽ ആർതർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ് എന്ന അപസർപ്പക കഥാപാത്രത്തിന്റെ വലിയൊരു ആരാധികയായിരുന്നു അന്ന്. ഷെർലക് ഹോംസ് കഥാപാത്രമായി വരുന്ന എല്ലാ കൃതികളും അവർക്ക് മനഃപ്പാഠമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോംസിൽ നിന്ന് എത്ര വ്യത്യസ്തനാകാമോ അത്രയും വ്യത്യസ്തനാകണം തൻ്റെ കുറ്റാന്വേഷകൻ എന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചു. ഹോംസിനെ കേസുകളിൽ സഹായിക്കുന്ന വാട്സൺ എന്ന സന്തത സഹചാരി എന്ന ഡോയലിൻ്റെ ആ ഒരു ബ്രില്യൻ ഡിസൈൻ എലിമെൻ്റ് മാത്രം കടമെടുക്കാനുള്ള പ്രലോഭനത്തെ അതിജീവിക്കാൻ അപ്പോഴും അഗതയ്ക്ക് കഴിയുന്നില്ല. ആരാവണം ഈ കുറ്റാന്വേഷകൻ? അയാൾ ഏത് പശ്ചാത്തലമുള്ള ഒരാളായിരിക്കണം എന്നതായിരുന്നു പിന്നെയും അവശേഷിച്ച ഒരു ചോദ്യം. ഒരു സ്കൂൾ കുട്ടി അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ്, അങ്ങനെ പല ഓപ്ഷനുകളും അഗത മനസ്സിലിട്ട് പെരുമാറി. സ്കൂൾ കുട്ടിക്ക് ചെയ്യാനാവുന്ന കാര്യങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്. സയൻറ്റിസ്റ്റുകളെ ആണെങ്കിൽ ഒരാളെപ്പോലും അഗതയ്ക്ക് നേരിട്ട് പരിചയമില്ല. അങ്ങനെ ഓരോ സാധ്യതകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവർക്ക് പെട്ടെന്ന് ടോക്കിയിൽ തന്നെയുള്ള ഒരു ബെൽജിയൻ അഭയാർത്ഥി കേന്ദ്രത്തെക്കുറിച്ച് ഓർമ്മ വരുന്നത്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മുമ്പൊരു പോലീസ് ഓഫീസർ ആയിരുന്നെങ്കിലോ,
ഒരു റിട്ടയർഡ് ബെൽജിയൻ പോലീസ് ഓഫീസർ. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ക്രൈമുകളെക്കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള ധാരണയുണ്ടാവും. അയാൾ വളരെ ടൈഡി ആൻഡ് മെറ്റിക്കുലസ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ നേരിടുക. അസാമാന്യവും അത്യസാധാരണവുമായിട്ടുള്ള കൂർമ്മബുദ്ധി ഉണ്ടാകണം അയാൾക്ക്. കാര്യമൊക്കെ ശരി തന്നെ, നല്ലൊരു ഉഗ്രൻ പേര് വേണം ഇയാൾക്ക്. ഈ ഷെർലക് ഹോംസ് എന്നൊക്കെ പറയുന്നത് പോലെ നല്ല എടുപ്പുള്ള ഒരു പേര് വേണം. അങ്ങനെ അഗത കണ്ടെത്തിയ പേരാണ് ഹെർക്യൂൾ പോറോ എന്നത്. ഗ്രീക്ക് ദേവനായിട്ടുള്ള ഹെർക്കുലീസിനെ അഗതയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. കാര്യം തന്നെ ഡിറ്റക്റ്റീവ് റിട്ടയർ ചെയ്ത ഒരു കൃഷകാത്രനായിട്ടുള്ള ബെൽജിയൻ പോലീസ് ഓഫീസർ ആണെങ്കിലും പേരിൽ ഒരു കുറവും വരുത്തരുത് എന്നോർത്തായിരിക്കും അഗത പേരിൻ്റെ ആദ്യ ഭാഗം അങ്ങനെ നിശ്ചയിച്ചത്. പക്ഷേ പോറോ എന്ന പേര് അഗതയ്ക്ക് എങ്ങനെ കിട്ടിയെന്ന കാര്യത്തിൽ വേണ്ടത്ര വ്യക്തതയില്ല. എന്തായാലും ഇങ്ങനെ ഒരു നല്ല പേര് കിട്ടിയതോടെ അതിൻ്റെ ചൂട് പിടിച്ച് അഗത അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അതായത് കഥയിലെ മറ്റ് കഥാപാത്രങ്ങൾ, കഥ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ, കഥയുടെ ഓരോ ഘട്ടങ്ങളായിട്ട് പുറത്തു വരുന്ന സസ്പെൻസുകൾ, പല ഭാഗങ്ങളായിട്ട് പ്ലേസ് ചെയ്യേണ്ട ഫോൾസ് ക്ലൂസ് എന്നിങ്ങനെ ഒന്നൊന്നായി ജോലിക്കിടെ കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ അഗത മനസ്സിലിട്ട് പാകപ്പെടുത്തി. അങ്ങനെ ഏറെക്കുറെ വേണ്ടതെല്ലാം സെറ്റായതോടെ അഗത തൻ്റെ പഴഞ്ചൻ ടൈപ്പ് റൈറ്ററിൽ പതിയെ ആ നോവൽ എഴുതി തുടങ്ങി. അദ്ദേഹങ്ങളുടെ ആദ്യ ഡ്രാഫ്റ്റുകൾ കൈപ്പടയിൽ ലോങ് ഹാൻഡായിട്ട് എഴുതി ടൈപ്പ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യുക എന്നതായിരുന്നു അവരുടെ രീതി. ഈ എഴുത്ത് പാതി വഴി എത്തിയപ്പോഴേക്കും തൻ്റെ പ്ലോട്ടിൻ്റെ സങ്കീർണത അഗതയെ വല്ലാതെ ബാധിച്ചു തുടങ്ങി. ജോലിയും എഴുത്തും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ അവർക്ക് വലിയ പ്രയാസമായി തുടങ്ങി. മകളുടെ ഈ ഓട്ടപ്പാച്ചിൽ കണ്ടുനിന്ന അമ്മ ക്ലാര ഒടുവിൽ ഇടപെട്ടു. എഴുത്ത് തീരും വരെ അവധിയെടുക്കുന്നതാണ് നല്ലത് എന്ന് അവർ ഉപദേശിച്ചു. അമ്മയുടെ ഉപദേശം ചെവിക്കൊണ്ട് ഡാട്ടുമോർ എന്ന ഗ്രാമപ്രദേശത്തുള്ള മൂർലാൻഡ് ഹോട്ടലിൽ അവർ മകൾക്ക് ഇരുന്ന് എഴുതാൻ വേണ്ടി ഒരു മുറി എടുത്തു നൽകി. അവിടെ 2 ആഴ്ച ഇരുന്ന് തുടർച്ചയായിട്ട് എഴുതി അഗത ക്രിസ്റ്റി പൂർത്തീകരിച്ചതാണ് ദ മിസ്റ്റീരിയസ് അഫെയർ സ്റ്റൈൽസ് എന്ന അവരുടെ ആദ്യത്തെ മിസ്റ്ററി നോവൽ. ഒറ്റപ്പെട്ട് കിടക്കുന്ന കൊട്ടാര സദൃശമായ ഒരു മാളിക, അവിടെ നടക്കുന്ന ഒരു കുറ്റകൃത്യം, അതിൻ്റെ പേരിൽ അതിനുള്ളിലെ ഓരോ അതിഥിയും സംശയത്തിന് നിഴലിൽ നിൽക്കുന്ന ഒരവസ്ഥ. കഥയുടെ അവസാനം ഈ കഥാപാത്രങ്ങളെല്ലാം ഒരു ഡ്രോയിങ് റൂമിൽ ഒരുമിച്ച് വിളിച്ചിരുത്തി പ്രൊട്ടഗണിസ്റ്റ് അത്രയും നേരമായി വായനക്കാരെ ഉദ്യോഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ സസ്പെൻസിന് പരിഹാരമുണ്ടാക്കുന്ന ആ ക്ലാസിക് ക്ലൈമാക്സ്. പ്രേക്ഷകരെ കഥ നടക്കുന്ന പ്രദേശത്തേക്കും ആ മാളികയുടെ ഓരോ മുറിയിലേക്കും ഭാവനയിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന വിധത്തിൽ എക്സ്ട്രീം അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ഇതൊക്കെയും ഈ നോവലിൻ്റെ മുഖമുദ്രയായിരുന്നു. സ്റ്റൈൽസ് കോട്ട് എന്ന മാളികയിൽ അതിഥിയായി എത്തുന്ന ക്യാപ്റ്റൻ ആർതർ ഹേസ്റ്റിങ്സ് അവിടുത്തെ ആതിഥേയ വിഷമകത്തിയെന്ന് വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ദുർമരണപ്പെട്ടപ്പോൾ തൻ്റെ സുഹൃത്തായ ഹെർക്യൂൾ പോറോ എന്ന ബെൽജിയൻ കുറ്റാന്വേഷകനെ കൊണ്ട് ആ കേസ് അന്വേഷിപ്പിക്കുന്നതാണ് ഈ നോവലിൻ്റെ പ്രമേയം. പോലീസിന് വേണ്ടി കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടർ ജാപ്പും ഡിറ്റക്റ്റീവ് പോറോയും തമ്മിൽ കൊലയാളിയെ കണ്ടെത്താൻ ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട് എങ്കിലും ഒടുവിൽ തൻ്റെ കൂർമ്മബുദ്ധിയുടെ ബലത്തിൽ പോറോ വളരെ വിദഗ്ധമായി കുറ്റവാളിയിലേക്ക് വായനക്കാരനെ എത്തിക്കും. കോനൻ ഡോയിലിൻ്റെ ഷെർലക് ഹോംസ് വാട്സൺ ജോഡികൾ പോലെ ആയിരുന്നു അഗത ക്രിസ്റ്റിയുടെ ഡിറ്റക്റ്റീവ് ഹെർക്യൂൾ പോറോ ക്യാപ്റ്റൻ ഹേസ്റ്റിങ്സ് ഡ്യുവോ. ഈ നോവൽ എഴുതി തീർന്നപ്പോൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അഗത ആദ്യം സമീപിച്ച 2 പബ്ലിഷിംഗ് ഹൗസുകൾ ഹോഡൻ സ്റ്റോട്ടനും മെത്തൂൻ പബ്ലിഷിംഗ് ഹൗസും അത് തിരസ്കരിച്ചു. അതോടെ ഈ നോവൽ അച്ചടിച്ചിറക്കാമെന്നുള്ള പ്രതീക്ഷ അഗതയ്ക്ക് നഷ്ടപ്പെട്ടു. അതിനിടയ്ക്ക് 1918 അഗതയെ തേടി ഒരു സന്തോഷ വാർത്തയെത്തി. ഭർത്താവ് ആർച്ചിക്ക് കേണലായിട്ട് സ്ഥാനക്കയറ്റവും ഒപ്പം യുദ്ധമുഖത്തു നിന്ന് മാറി മന്ത്രാലയത്തിൽ ഒരു പോസ്റ്റിങ്ങും തരപ്പെട്ടിരിക്കുന്നു. അവരുടെ ദാമ്പത്യബന്ധത്തെ അരക്കിട്ടുറപ്പിക്കാൻ പോകുന്ന ഒന്നായിരുന്നു ആ ഉത്തരവ്. യുദ്ധം തീർന്നില്ലെങ്കിലും അപായം നിറഞ്ഞ പോർമുഖത്ത് നിന്ന് ഭർത്താവിനെ മാറ്റിയതിൽ അഗത ആശ്വസിച്ചു. ഈ ഉത്തരവ് കിട്ടിയതിന് പിന്നാലെ എല്ലിസ് ഡിസ്പെൻസറിയിലെ തൻ്റെ ജോലിയിൽ നിന്ന് അഗത രാജിവെച്ചിറങ്ങുന്നു. സൈന്യത്തിലെ ജോലി വേണ്ടെന്ന് വെച്ച് വല്ല സ്വകാര്യ കമ്പനിയിലും ഉദ്യോഗം നേടാനുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് ആർച്ചി അന്ന് ലണ്ടനിലേക്ക് മടങ്ങി വരുന്നത്. പിന്നീടുള്ള മാസങ്ങളിൽ അവർ ഒരുമിച്ചായി താമസം. അങ്ങനെയൊക്കെ ഒരു ദിവസം അഗതയ്ക്ക് കലശലായ വയറുവേദന അനുഭവപ്പെട്ടു. ഒരാഴ്ച കഴിഞ്ഞിട്ടും വേദന മാറാഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോൾ മാത്രമാണ് താൻ 2 മാസം ഗർഭിണിയാണ് എന്ന് അഗത തിരിച്ചറിയുന്നത്. 1919 ഓഗസ്റ്റ് 5-ാം തീയതി അഗത ആഷ്ഫീൽഡിലെ തൻ്റെ വീട്ടിലെ കിടപ്പറയിൽ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കറുത്ത മുടിയും 8 പൗണ്ട് തൂക്കവുമുള്ള ആ കുഞ്ഞിന് അവരെന്നിട്ട പേര് റോസലിൻഡ് എന്നായിരുന്നു. കുഞ്ഞിനെയും പരിചരിച്ച് നല്ല കുറേ ദിവസങ്ങൾ ചെലവിടുന്നതിനിടയ്ക്ക് അഗതയ്ക്ക് ദ ബോഡ്ലി ഹെഡ് എന്ന പ്രസാധകനിൽ നിന്ന് മുദ്ര പതിപ്പിച്ചൊരു ലക്കോട്ട് വരുന്നു. പല പബ്ലിഷിംഗ് ഹൗസുകൾക്കും നോവലിൻ്റെ മാനുസ്ക്രിപ്റ്റ് അയച്ചു കൊടുത്ത കൂട്ടത്തിൽ 2 വർഷം മുമ്പ് അഗത ബോഡ്ലി ഹെഡിനും ഒരു പ്രതി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ജോൺ ലെയ്ൻ ദ മിസ്റ്റീരിയസ് അഫെയർ സ്റ്റൈൽസ് എന്ന പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അഗതയെ ഒന്ന് നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന വിവരമാണ് ആ കത്തിലുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ തൻ്റെ മുന്നിലെത്തുന്ന കയ്യെഴുത്തു പ്രതികളുടെ ഭാവി ഒരൊറ്റ നിമിഷം കൊണ്ട് തീരുമാനിക്കുന്ന പതിവാണ് ലെയ്നിൻ്റേത്. ദ മിസ്റ്റീരിയസ് അഫെയർ സ്റ്റൈൽസിൻ്റെ മാനുസ്ക്രിപ്റ്റ് അദ്ദേഹം ആദ്യം എടുത്തു വെച്ചതും തിരികെ അയച്ചുവിടാനുള്ള പ്രതികളുടെ കൂട്ടത്തിലാണ്. പക്ഷെ ഒരു ദിവസം ആലോചനകളിൽ മുഴുകിയിരിക്കുമ്പോൾ ഏറെ യാദൃച്ഛികമായി ഷെൽഫിലിരുന്ന അഗതയുടെ മാനുസ്ക്രിപ്റ്റിൽ ലെയ്നിൻ്റെ കണ്ണുടക്കുന്നു. അയാൾ ആദ്യം ശ്രദ്ധിച്ച വാക്ക് അഫെയേഴ്സ് എന്നതാണ്. ആ വാക്കിനൊരു സെക്ഷൽ കൊണോട്ടേഷൻ കാണുമെന്ന ചിന്തയാണ് ആദ്യം അദ്ദേഹത്തെ അത് വായിക്കാൻ വേണ്ടി കയ്യിലെടുക്കാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ ശീർഷകത്തിൽ പറയുന്ന അഫെയേഴ്സിന് പിന്നിൽ ലൈംഗികതയോ വിഷയാസക്തിയോ ഒന്നും ഇല്ല എന്ന് അത് മുഴുവൻ വായിച്ചപ്പോൾ അയാൾക്ക് ബോധ്യപ്പെട്ടു. അത്യസാധാരണമായ ശൈലിയിൽ എഴുതപ്പെട്ട നിഗൂഢത ചൂഴ്ന്നു നിൽക്കുന്ന ആ കഥ ആ താളുകളെ എത്രമാത്രം ജീവസുറ്റതാക്കി മാറ്റിയിട്ടുണ്ട് എന്ന പരമാർത്ഥവും അദ്ദേഹം തിരിച്ചറിഞ്ഞു.
മിസ്റ്ററി ലെയിനിന് ഏറെ പ്രിയമുള്ള ഒരു ജോൺറയായിരുന്നു. കാണാൻ വരാൻ പറഞ്ഞ് സെക്രട്ടറിയെ കൊണ്ട് അഗതയ്ക്ക് കത്തെഴുതിച്ച് അവരെ കാത്തിരുന്ന ലെയിൻ മനസ്സിൽ കണ്ട രൂപം പക്ഷേ വിഷങ്ങളും ഔഷധക്കൂട്ടുമൊക്കെ കൈകാര്യം ചെയ്ത് നല്ല ശീലമുള്ള മധ്യവയസ്സ് പിന്നിട്ട ഒരു സ്ത്രീയുടേതായിരുന്നു. എന്നാൽ അല്പ ദിവസങ്ങൾക്കുള്ളിൽ ദ ബോഡ്ലി ഹെഡിൻ്റെ ഓഫീസിലേക്ക് കയറി ചെന്നത് അയാൾ പ്രതീക്ഷിച്ചതിനേക്കാൾ പ്രായം കുറഞ്ഞ ഒരു യുവതിയാണ്. ദ മിസ്റ്റീരിയസ് അഫെയറിൻ്റെ എഴുത്തുകാരി ഞാനാണ് എന്ന് അഗത പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ ലെയിൻ അന്ന് കുറച്ചൊന്നുമല്ല പ്രയാസപ്പെട്ടത്. എഴുത്തുകാരിയുടെ രചനാ മികവിനെ അയാൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ ചിലർ എഡിറ്റിംഗ് വേണം, വിശേഷിച്ച് അവസാനത്തെ അധ്യായത്തിൽ എന്ന് ലെയിൻ പറഞ്ഞപ്പോൾ അഗത അതിനെ എതിർക്കാൻ പോയില്ല. തൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ടടുത്ത് വരെ എത്തി എന്നുള്ള ഉള്ളിൽ കിടന്നു മറിയുന്ന അടങ്ങാനാവാത്ത ആഹ്ലാദം പുറത്തു വരാതിരിക്കാൻ അവർ വല്ലാതെ പണിപ്പെട്ടു. ബോഡ്ലി ഹെഡ് അന്ന് മുന്നോട്ട് വെച്ച കരാർ വളരെ വിചിത്രമായിരുന്നു. 2000 കോപ്പിക്ക് മുകളിലുള്ള വിൽപ്പനയ്ക്ക് 10% റോയൽറ്റി. അഗതയുടെ അടുത്ത 5 പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്താനുള്ള അവകാശവും ബോഡ്ലി ഹെഡിന് തന്നെ ആയിരിക്കും എന്നൊരു ഉപാധി കൂടി ലെയിൻ ഈ കരാറിൽ ഒളിപ്പിച്ചു വച്ചിരുന്നു. പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ എഴുത്തുകാർക്ക് മുൻകൂർ പണം നൽകുന്ന പതിവ് അന്ന് പരക്കെ ഉണ്ടായിരുന്നിട്ടും അങ്ങനെ ഒന്നും തന്നെ ആ കരാറിൽ ഉണ്ടായിരുന്നില്ല. ഒട്ടും ഓതർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കരാറേ ആയിരുന്നില്ല അത് എന്നർത്ഥം. കരാർ പത്രത്തിന് മുകളിൽ ഒരു പേന വെച്ച് ലെയിൻ അഗതയ്ക്ക് നേരെ നീട്ടി. അഗത എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നായിരുന്നു അയാളുടെ നോട്ടം. വായിച്ചു നോക്കി മിക്കവാറും ഒപ്പിടാൻ വിസമ്മതിക്കുമായിരിക്കും അവരെന്ന് അയാൾ കരുതി. എന്നാൽ ലെയിൻ്റെ ആശങ്കകൾക്ക് വിരുദ്ധമായി ആ മുദ്രപത്രത്തിൽ എഴുതിയിരുന്ന വരികൾ ഒന്നുപോലും വായിച്ചു നോക്കാതെ ആ കരാർ പത്രം ഒപ്പിട്ട് നൽകിയ ശേഷം അഗത അന്ന് ഓഫീസ് വിട്ടിറങ്ങുന്നു. അങ്ങനെ ഈ കരാർ പ്രകാരം 1920 ദി മിസ്റ്റീരിയസ് അഫെയർ സ്റ്റൈൽസ് ഇംഗ്ലണ്ടിലെ വീക്ക്ലി ടൈംസിൽ ഒരു പരമ്പരയായി പുറത്തു വരുന്നു. 1920 ഡിസംബറിൽ പുസ്തകം അമേരിക്കയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. 1924 ജനുവരിയിൽ മാത്രമാണ് ഇത് പുസ്തക രൂപത്തിൽ ഇംഗ്ലണ്ടിലെത്തുന്നത്. അഗത ക്രിസ്റ്റിയുടെ പേരിൽ ആദ്യം പുറത്തിറങ്ങിയ പുസ്തകമാണിത്. പിൽക്കാലത്ത് അഗത ക്രിസ്റ്റി ജനകീയമാക്കിയ ഗോൾഡൻ ഏജ് ഡിറ്റക്റ്റീവ് നോവൽ ജോൺറയുടെ തുടക്കമായിരുന്നു ഈ കൃതി. 1920 പുറത്തിറങ്ങിയ ഈ പുസ്തകം ഒരു ഇൻസ്റ്റന്റ് ഹിറ്റായിരുന്നു. വായനക്കാർക്കും നിരൂപകർക്കും ഒരുപോലെ ഇഷ്ടമായ എഴുത്ത്. ടൈംസിൻ്റെ ലിറ്റററി സപ്ലിമെൻറ്റിൽ ഈ കൃതിയെ പുകഴ്ത്തിക്കൊണ്ടൊരു ലേഖനം വന്നതിൽ രചനാചാതുര്യം കൂടിപ്പോയി എന്ന കൗതുകകരമായിട്ടുള്ള നിരീക്ഷണമാണ് നിരൂപകൻ പങ്കുവച്ചത്. നോവലിനെക്കുറിച്ച് ഫാർമസ്യൂട്ടിക്കൽ ജേർണലിൽ അച്ചടിച്ചു വന്ന ഒരു എഡിറ്റോറിയൽ അഭിപ്രായമാണ് ഈ കൂട്ടത്തിൽ അഗതയെ ഏറ്റവും അധികം അഭിമാനം കൊള്ളിച്ചത്. ഈ നോവലിൽ വിഷയങ്ങളെപ്പറ്റി പറയുന്നതൊക്കെയും വളരെ ശാസ്ത്രീയമാണ്. സാധാരണ കുറ്റാന്വേഷണ നോവലുകളിൽ കാണുന്ന പോലുള്ള പരമാബദ്ധങ്ങൾ ടോക്സിക്കോളജിയുടെ കാര്യത്തിൽ ഇതിലില്ല എന്ന് തന്നെ പറയാം. അതിൽ എഴുത്തുകാരിയെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല എന്നായിരുന്നു ജേർണലിൽ വന്ന പരാമർശം. എന്നാൽ അഗത തൻ്റെ ആദ്യ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ സമീപിച്ച പബ്ലിഷർ ദ ബോഡ്ലി ഹെഡ് അവരെ വളരെ വിദഗ്ധമായി ഉപയോഗിച്ചു. പുസ്തകത്തിനുണ്ടായ ജനപ്രീതി പണമായി അഗതയിലേക്ക് എത്തിയതേയില്ല. പ്രസാധകൻ അന്ന് റോയൽറ്റി ഇനത്തിൽ അവർക്ക് 5 പൈസ പോലും കൊടുക്കുന്നില്ല. പുസ്തകം ആകെ 2000-ൽ താഴെ കോപ്പികൾ മാത്രമേ വിറ്റുപോയിട്ടുള്ളൂ. കരാർ പ്രകാരം 2000 കോപ്പിക്ക് മേലെ വിൽക്കുന്നതിന് മാത്രമേ റോയൽറ്റി നൽകാൻ പ്രസാധകശാലയ്ക്ക് ബാധ്യതയുള്ളൂ എന്നൊക്കെ ആയിരുന്നു ഉടമയുടെ വാദം. വീക്ക്ലി ടൈംസിൽ ഈ നോവൽ ഖണ്ഡശ പ്രസിദ്ധപ്പെടുത്തി വന്നതിൻ്റെ പേരിൽ അഗതയ്ക്ക് റോയൽറ്റി ഇനത്തിൽ 25 പൗണ്ട് കിട്ടിയത് മാത്രമായിരുന്നു ഏക ആശ്വാസം. വിശേഷിച്ചൊരു സാമ്പത്തിക നേട്ടവും നൽകാതെ പോയ ഈ കന്നി നോവലോടെ ശരിക്കും പറഞ്ഞാൽ അഗതയുടെ എഴുത്ത് മുരടിച്ചു പോകേണ്ടതായിരുന്നു. ഭർത്താവ് ആർച്ചിയുടെ ഇടപെടലും പ്രേരണയുമാണ് അതിനെ അവിടെ നിന്ന് മുന്നോട്ട് നയിക്കുന്നത്. ഭാര്യയുടെ എഴുത്തിലെ കഴിവിനോടുള്ള മതിപ്പൊന്നും ആയിരുന്നില്ല ഈ പ്രേരണയ്ക്ക് പിന്നിൽ. കുറ്റാന്വേഷണ നോവലുകൾ തുടർന്നും എഴുതിയാൽ എമ്പാടും പണമുണ്ടാക്കാൻ സാധിച്ചേക്കുമെന്ന ആർച്ചിയുടെ വിശ്വാസമാണ് ഭാര്യയെ പ്രോത്സാഹിപ്പിക്കാൻ അയാളെ പ്രേരിപ്പിച്ചത്. ആദ്യ പുസ്തകം അച്ചടിച്ചിറങ്ങുന്ന നേരത്തേക്ക് രണ്ടാമത്തെ പുസ്തകവും അഗത എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ദ സീക്രട്ട് അഡ്വൈസറി എന്നായിരുന്നു പുതിയ പുസ്തകത്തിന് അവരിട്ട പേര്. ഈ നോവലിൽ പക്ഷേ ഹെർക്യൂൽ പോറോയ്ക്കും ക്യാപ്റ്റൻ ഹേസ്റ്റിങ്സിനും പകരം ട്യൂപ്പൻസ് കൗലിയും ടോമി ബെറസ്ഫോർഡുമായിരുന്നു അന്വേഷകർ. 1922 ജനുവരി മാസത്തിൽ ഈ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുന്നത് ദ ബോഡ്ലി ഹെഡ് തന്നെയാണ്. ഈ ഘട്ടത്തിൽ ആർച്ചിക്ക് ബ്രിട്ടീഷ് എംപയർ എക്സിബിഷൻ മിഷനിൽ നിന്ന് രാജ്യാന്തര സഞ്ചാരത്തിനുള്ള ഒരവസരം കിട്ടുന്നു. 10 മാസത്തെ യാത്രയ്ക്ക് 1000 പൗണ്ട് പ്രതിഫലവും അവർ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു യാത്ര തീരുമാനമായപ്പോൾ ആർച്ചി അഗതയെ കൂടെ കൂട്ടാൻ തീരുമാനിക്കുന്നു. മകളെ സഹോദരി മാഡ്ജിൻ്റെ കൂടെ ആക്കി ദമ്പതികൾ അന്ന് ലോകസഞ്ചാരത്തിന് പുറപ്പെടുന്നു. ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഹവായി എന്നിവിടങ്ങളിൽ ചുറ്റിയായിരുന്നു ആ യാത്ര. ഹവായിൽ വെച്ച് അഗത തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു സർഫ് ബോർഡിൽ കയറി ബാലൻസ് ചെയ്ത് നിൽക്കാൻ പഠിച്ചു. സർഫിംഗ് പ്രൊഫഷണലായിട്ട് പഠിച്ചെടുക്കുന്ന ആദ്യ യൂറോപ്യൻ വനിതകളിൽ ഒരാളായിരുന്നു അഗത ക്രിസ്റ്റി. ലോകപര്യടനത്തിനിടെ യാദൃച്ഛികമായിട്ട് ആർജിച്ച ഈ സിദ്ധി അഗതയുടെ ജീവിതത്തിൽ ഉടനീളം പിന്നീട് അഗതയ്ക്ക് ആശ്വാസം പകരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ യാത്രക്കിടയിൽ അഗതയുടെ മനസ്സിൽ പുതിയ ചില പുസ്തകങ്ങൾക്കുള്ള ആലോചനകൾ മുളപൊട്ടി. ഹെർക്യൂൽ പോറോയെ അമരക്കാരനാക്കിക്കൊണ്ട് ദ മർഡർ ഓൺ ദ ലിങ്ക്സ് എന്ന പേരിൽ പുതിയൊരു പുസ്തകം അഗത പ്ലാൻ ചെയ്യുന്നത് ഈ യാത്രക്കിടയിലാണ്. ഫ്രാൻസിലെ സമ്പന്നരായ വ്യാപാരിക്ക് സ്വന്തം ജീവൻ അപകടത്തിലാണെന്ന് തോന്നി അയാൾ ഏർപ്പാടാക്കിയതിൻ്റെ പേരിൽ ഇയാളുടെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങോട്ട് യാത്ര ചെയ്തെത്തുന്ന ക്യാപ്റ്റൻ ഹേസ്റ്റിങ്സും പോറോയുമാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തത്തെ മുന്നോട്ട് നയിക്കുന്നത്. ദ സ്കെച്ച് എന്ന പ്രസിദ്ധീകരണത്തിന് വേണ്ടി പോറോയെ തന്നെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് 12 കഥകൾ അഗത എഴുതുന്നതും ഇതേ യാത്രക്കിടയിലാണ്.
ഈ ലോകപര്യടനം പൂർത്തിയാക്കി വന്ന ശേഷം 1923 ദ മർഡർ ഓൺ ദ ലിങ്ക്സ് ആദ്യം പ്രസിദ്ധീകരിക്കപ്പെടുന്നു. അപസർപ്പ കഥകളിൽ ശ്രദ്ധേയമായ ഒന്നാണ് ഈ പുസ്തകമെന്ന് അന്ന് ന്യൂയോർക്ക് ടൈംസ് അവരുടെ റിവ്യൂവിൽ എഴുതി. ഈ ഒരു ഘട്ടമായപ്പോഴേക്കും പഴയ മൗഢ്യമൊക്കെ വെടിഞ്ഞ് പ്രസാധകർക്കുമേൽ നിയന്ത്രണവും ആജ്ഞാശക്തിയുമൊക്കെയുള്ള ഒരു എഴുത്തുകാരിയായിട്ട് മാറാൻ അഗത ക്രിസ്റ്റിക്ക് സാധിച്ചു. തുടർന്നുള്ള മാസങ്ങളിൽ ദ മാൻ ഇൻ ദ ബ്രൗൺ സ്യൂട്ട്, പോറോ ഇൻവെസ്റ്റിഗേറ്റ്സ്, ദ സീക്രട്ട് ഓഫ് ചിമ്നീസ് എന്നിങ്ങനെയുള്ള പുസ്തകങ്ങൾ പുറത്തു വരുന്നു. ദ ബോഡ്ലി ഹെഡിനുള്ള അഗതയുടെ അവസാനത്തെ പുസ്തകമായിരുന്നു ദ സീക്രട്ട് ഓഫ് ചിമ്നീസ്. 1925 ആരംഭത്തിൽ അഗത ദ മർഡർ ഓഫ് റോജർ അക്രോയിഡ് എന്ന കൃതിയുടെ രചനയ്ക്ക് തുടക്കമിടുന്നു. വില്യം കോളിൻസ് എന്ന പുതിയ പ്രസാധന സ്ഥാപനവുമായിട്ടുള്ള അഗതയുടെ ആദ്യത്തെ കരാർ. കിങ്സ് അബോട്ട് എന്ന വിദൂരസ്ഥ ഗ്രാമത്തിലെ ഡോക്ടർ ഷെപ്പാർഡ് എന്നൊരാളുടെ കാഴ്ചപ്പാടിലാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. പ്രദേശത്തെ ഒരു ലോക്കൽ ബിസിനസ്മാൻ്റെ കൊലപാതകം അന്വേഷിക്കാൻ വേണ്ടി അടുത്തൂൺ പറ്റി വിശ്രമദ്വീപിൽ നയിക്കുകയായിരുന്ന പോറോ അവിടേക്ക് എത്തുന്നു. ആ സമയം അർജന്റീനയിലായിരുന്ന ക്യാപ്റ്റൻ ഹേസ്റ്റിങ്സിന്റെ റോൾ തൽക്കാലം ഡോക്ടർ ഷെപ്പാർഡ് ഏറ്റെടുത്ത് നിർവഹിക്കുന്നു. അഗത ക്രിസ്റ്റിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നോവലുകളിൽ ഒന്നാണിത്. 1926 തുടക്കത്തിൽ പുറത്തിറങ്ങിയ ഈ കൃതി അഗതയ്ക്ക് അത്യസാധാരണമായിട്ടുള്ള പ്രസിദ്ധിയാണ് സമ്മാനിക്കുന്നത്. ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ ഈ പുസ്തകത്തെ അന്ന് വിശേഷിപ്പിക്കുന്നത് അൺകോമൺലി ഒറിജിനൽ എന്നാണ്. അതിനിടെ 1926 ഏപ്രിൽ മാസത്തിൽ അഗതയുടെ അമ്മ ക്ലാര ബ്രോങ്കൈറ്റിസ് മൂർച്ഛിച്ച് മരിച്ചുപോയി. ക്ലാരയെ ഹൃദ്രോഗം അലട്ടാൻ തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായിരുന്നുവെങ്കിലും പെട്ടെന്നുണ്ടായ അമ്മയുടെ വിയോഗം അഗതയെ അടിച്ചിട്ട് കളഞ്ഞു. അമ്മയുടെ മരണം വിഷാദക്കയത്തിലാക്കി അഗതയെ തേടി ആ വർഷം തന്നെ അടുത്ത അശ്വനിപാതവും എത്തി. 1926 ഡിസംബർ 3 വെള്ളിയാഴ്ച വൈകുന്നേരം അഗതയ്ക്കും ഭർത്താവ് ആർച്ചിക്കുമിടയിൽ വലിയൊരു വഴക്ക് നടന്നു. ആ വഴക്കിനൊടുവിൽ ആർച്ചി തനിക്ക് വിവാഹമോചനം വേണം എന്ന ആവശ്യം മുന്നോട്ട് വച്ചു. ജോലിയിലെ അസ്ഥിരതയും സാമ്പത്തിക പ്രയാസങ്ങളും കാരണമുണ്ടായ മാനസിക സംഘർഷങ്ങളാണ് ഭർത്താവിനെ തന്നിൽ നിന്ന് അകറ്റിയത് എന്നാണ് അഗത ആദ്യം കരുതിയത്. എന്നാൽ അതിന് കാരണം മറ്റൊരു സ്ത്രീയായിരുന്നു. പേര് നാൻസി നീൽ. 25-കാരിയായ നാൻസി നീൽ എന്ന സുന്ദരി ലണ്ടനിലെ ഇംപീരിയൽ കോണ്ടിനെന്റൽ ഗ്യാസ് അസോസിയേഷനിലെ സെക്രട്ടറി ആയിരുന്നു. അഗതയ്ക്ക് ഈ നാൻസിയെ അറിയാമായിരുന്നു. 1920 പകുതി വരെ കാര്യങ്ങൾ വളരെ നിഷ്കളങ്കമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. എന്നാൽ ഒരു ദിവസം ഗോൾഫ് കോഴ്സിൽ വെച്ചുള്ള ഒരു സമാഗമത്തിനിടയിൽ ആർച്ചിക്കും നാൻസിക്കുമിടയിൽ പ്രണയപരാഗണം നടക്കുന്നു. നാൻസിയുമായി തുടർന്നു നടന്ന സമാഗമങ്ങൾ ആർച്ചി അഗതയിൽ നിന്ന് മറച്ചു പിടിക്കുന്നു. 1926 അമ്മ മരിച്ചതു മുതൽക്ക് അഗതയുടെ മനസ്സിന് സ്ഥിരതയില്ലായിരുന്നു. അവളുടെ രാത്രികൾ നിദ്രാവിഹീനങ്ങളായി. വിഷാദ ചിന്തകൾ അവരെ വേട്ടയാടി. ഈ വേദനകൾ ഭർത്താവുമായി പങ്കിടണം എന്ന് അവർക്കുണ്ടായിരുന്നുവെങ്കിലും അയാൾ അവരെ ശ്രദ്ധിച്ചതേയില്ല. ഒരു ദിവസം അഗതയുടെ മാനസിക വിഷമങ്ങൾ അവഗണിച്ചുകൊണ്ട് താൻ നാൻസിയുമായി പ്രണയത്തിലാണ് എന്ന് അയാൾ പ്രഖ്യാപിക്കുന്നു. അതറിഞ്ഞാലും അഗതയ്ക്ക് തന്നെ എതിർക്കാനാവില്ല എന്ന വിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. മാനസികമായി ഉണ്ടായ അപജയം അഗതയുടെ പുസ്തകമെഴുത്തിനെ സാരമായി ബാധിച്ചു. അത്രയും നാൾ നിർഗളം പ്രവഹിച്ചിരുന്ന തൻ്റെ സർഗാത്മകതയുടെ നദി ഒഴുക്ക് നിർത്തിയെന്ന് അവർക്ക് തോന്നി. ഭർത്താവിൻ്റെ ഉപേക്ഷ ആ ഘട്ടം എത്തിയപ്പോഴേക്കും അഗതയ്ക്ക് സഹിക്കാനാവുന്നതിനും അപ്പുറത്തേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു. താൻ ആകെ ഒറ്റപ്പെട്ടു പോയതുപോലെ അഗതയ്ക്ക് തോന്നി. ഭർത്താവ് വഴക്കിട്ടിറങ്ങിപ്പോയ അന്ന് രാത്രി ഏറെ വൈകി. കിടന്നുറങ്ങുന്ന മകളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ച് ഭർത്താവ് ആർച്ചിക്കും സെക്രട്ടറി ഷാർലറ്റുമായി 2 കത്തുകൾ എഴുതി വെച്ച് അത്യാവശ്യം ചില വസ്ത്രങ്ങളും മറ്റും ഒരു പെട്ടിയിലാക്കി അവർ തൻ്റെ മോറിസ് കോലി കാറിൽ കയറി ഇരുട്ടിലേക്ക് ഓടിച്ചു പോയി. എങ്ങോട്ടൊന്നില്ലാത്ത ഒരു യാത്രയായിരുന്നു അത്. അങ്ങനെ പോയി രാവിലെ 6:30 മണിയോടെ സരയിലെ ഗിൽഫോർഡിനടുത്തുള്ള ന്യൂലാൻഡ്സ് കോർണർ എന്ന ചുണ്ണാമ്പുകല്ലുകൾ നിറഞ്ഞ ഒരിടത്ത് അവരെത്തിച്ചേരുന്നു. കാർ അവിടെ ഉപേക്ഷിച്ച് അവർ മുന്നോട്ട് നടക്കുന്നു. ഈ സ്ഥലത്തു നിന്ന് 3.5 മൈൽ അകലെ കിടക്കുന്ന ഗിൽഫോർഡ് സ്റ്റേഷനിലേക്കായിരുന്നു ആ നടപ്പ്. വാട്ടർലൂ ആയിരുന്നു അന്തിമ ലക്ഷ്യം. കാർ നിർത്തിയെടുത്തു നിന്ന് അഗത എങ്ങനെ സ്റ്റേഷൻ വരെ എത്തിച്ചേർന്നു എന്നത് വ്യക്തമല്ല. എന്തായാലും അവിടെ നിന്ന് തീവണ്ടി കയറി അവർ ലണ്ടനിലെത്തി. ഡിസംബർ 4 ശനിയാഴ്ച രാവിലെ അഗത ലണ്ടനിലെ ഒരു കഫേയിൽ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ അവിടെ ചുണ്ണാമ്പുകടകൾക്കരികെ ഉപേക്ഷിച്ച അവരുടെ കാറിന് ചുറ്റും ആളുകൾ കൗതുകത്തോടെ കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു. മഞ്ഞ് മൂടിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ആ കാർ. പോലീസ് ആദ്യം ധരിച്ചത് ആ കാർ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്നാണ്. എന്നാൽ ഉള്ളിൽ ആളെ കാണാഞ്ഞപ്പോൾ അവർ കൂടുതൽ അന്വേഷിച്ചു. കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ കത്തിക്കിടക്കുകയായിരുന്നു. അതിനുള്ളിൽ നിന്ന് ഒരു രോമക്കുപ്പായവും ഒരു പെട്ടിക്കകത്ത് 3 ജോഡി വസ്ത്രങ്ങളും 2 ജോഡി ഷൂസുകളും അഗത ക്രിസ്റ്റിയുടെ പേരിലുള്ള കാലാവധി കഴിഞ്ഞ ഒരു ലൈസൻസും അവർക്ക് കണ്ടുകിട്ടി. അതോടെ അതൊരു പേഴ്സൺ മിസ്സിംഗ് കേസായി പരിണമിച്ചു. അഗതയുടെ തിരോധാനത്തെ തുടർന്ന് ഇംഗ്ലണ്ട് കണ്ടത് സമാനതകളില്ലാത്ത ഒരു അന്വേഷണമാണ്. ഏതാണ്ട് 15,000-ഓളം വളണ്ടിയർമാരാണ് അന്ന് ജനപ്രിയ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റിനെ തേടി സരയിലെ കാടും മേടും കുളവും കായലുമൊക്കെ അരിച്ചുപെറുക്കിയത്. ആകാശത്ത് റോന്തുവിറ്റിയ ചെറു വിമാനങ്ങൾ വരെ അന്ന് താഴെ അവരെ തിരയുന്നുണ്ട്. ഈ കേസിൽ പോലീസ് നടപടികൾ അതിൻ്റേതായിട്ടുള്ള വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ലണ്ടനിൽ നിന്ന് ആരും അറിയാതെ അഗത നേരെ ചെല്ലുന്നത് ഹാരോഗേറ്റിലുള്ള സ്വാൻ ഹൈഡ്രോപതിക് ഹോട്ടലിലേക്കാണ്. അഗത ക്രിസ്റ്റി എന്ന നോവലിസ്റ്റിനെ കാണാതായ വാർത്ത അപ്പോഴും റേഡിയോയിൽ വരികയോ പത്രങ്ങളിൽ അച്ചടിക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ലണ്ടനിലെ ബഹളങ്ങളിൽ നിന്നൊക്കെ 210 മൈൽ അകലെയായി ഹൈവേയിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെ കിടക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഇടമാണ് ഹാരോഗേറ്റ്. പുൽമൈതാനങ്ങളും ഓലിയാണ്ടർ മരങ്ങളും ഭീമൻ വസതികളും എല്ലാമുള്ള ശാന്തസുന്ദരമായ ഒരു നാട്ടിൻപുറം.
റിസോർട്ടിൻ്റെ രജിസ്റ്ററിൽ തെരേസ നീൽ, കേപ്പ് ടൗൺ, സൗത്ത് ആഫ്രിക്ക എന്ന മേൽവിലാസമാണ് അന്ന് അഗത നൽകിയത്. നീൽ എന്ന സർനെയും അവർ റാൻഡമായിട്ട് തിരഞ്ഞെടുത്തതല്ല. അത് ഭർത്താവിൻ്റെ കാമുകിക്കുള്ള അഗതയുടെ ഒരു ട്രിബ്യൂട്ടായിരുന്നു. തുടർച്ചയായ ഓട്ടപ്പാച്ചിലിൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കും കുറേ ദിവസങ്ങൾക്ക് ശേഷം അന്ന് രാത്രി അഗത ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ സുഖമായി ഉറങ്ങി. അങ്ങനെ കേപ്പ് ടൗൺകാരി തെരേസ നീലായിട്ട് അവിടെ കൂടുന്ന അഗത ഡിസംബർ 6 തീയതി തിങ്കളാഴ്ച പ്രാതലിന് ശേഷം മുറിയിൽ നിന്നിറങ്ങി ലോബിയിലൂടെ നടക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ കസേരയിലിരുന്ന് ഡെയിലി മെയിൽ പത്രം വായിക്കുകയാണ്. അവർ അഗതയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം വായന തുടരുന്നു. അഗത ക്രിസ്റ്റി എന്ന എഴുത്തുകാരിയെ കാണാനില്ല എന്നതായിരുന്നു ആ പേജിലെ ശ്രദ്ധേയമായ വാർത്ത. ഈ അഗത ക്രിസ്റ്റിയുടെ മിക്ക കൃതികളും താൻ വായിച്ചിട്ടുണ്ട് എന്നും അവയെല്ലാം താൻ മതിമറന്ന് ആസ്വദിച്ചിട്ടുണ്ട് എന്നുമൊക്കെ അവർ സമീപത്തിരുന്ന ആളോട് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അഗത ക്രിസ്റ്റിയുടെ ഈ സോക്കോൾഡ് ആരാധികയ്ക്ക് അവർ കൺമുന്നിലൂടെ നടന്നുപോയിട്ടും അവരെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അടുത്ത ദിവസം അഗത പുറത്തുപോയി കുറെ കൂടി വസ്ത്രങ്ങളും ഷൂസുകളും തൊപ്പിയും അങ്ങനെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടതൊക്കെയും വാങ്ങിച്ച് തിരികെ വരുന്നു. അത്താഴ സമയത്ത് പുതിയ ജോർജറ്റ് ഗൗൺ ധരിച്ച് പുറത്തിറങ്ങുന്ന അഗത ഹോട്ടലിൻ്റെ ഡാൻസ് ഹാളിൽ വെച്ച് കാണുന്ന ലോറൻസ് എന്ന ഒരു അപരിചിതൻ്റെ കൂടെ അന്ന് മനസ്സ് നിറയും വരെ നൃത്തം ചെയ്യുന്നു. അപ്പോഴൊന്നും അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പോലും അഗതയെ തിരിച്ചറിയുന്നില്ല. എന്നാൽ അടുത്ത ദിവസം, അതായത് ഡിസംബർ 7 തീയതി ചൊവ്വാഴ്ച ആയപ്പോഴേക്കും കാര്യങ്ങൾ മാറി മറിഞ്ഞു. വെസ്റ്റ്മിൻസ്റ്റർ ഗസറ്റിൻ്റെ മുൻപേജിൽ ദി മിസ്റ്ററി ഓഫ് മിസ്സസ് ക്രിസ്റ്റി എന്ന തലക്കെട്ടിനൊപ്പം അഗത ക്രിസ്റ്റിയുടെ ചിത്രവും കൊടുത്തിരുന്നു. ആ ഒരു പത്രത്തിൽ മാത്രമല്ല, അന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്ന ഒട്ടുമിക്ക പത്രങ്ങളിലും അഗത ക്രിസ്റ്റിയുടെ ചിത്രം വലുതായി അച്ചടിച്ചു വന്നിരുന്നു. ഒപ്പം ഒരു ഇനാമും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. വിവരം നൽകുന്നവർക്ക് 100 പൗണ്ട് പ്രതിഫലം എന്നായിരുന്നു വാർത്ത. ഈ പത്രവാർത്തകൾ കണ്ടപ്പോൾ ഞാനിതാ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയണം എന്ന് അഗതയ്ക്കുണ്ടായിരുന്നുവെങ്കിലും അന്ന് അവരത് ചെയ്യുന്നില്ല. ഒന്നും മിണ്ടാതെ ഇവിടെ ഇങ്ങനെ ഒളിച്ച് താമസിക്കുകയാണെങ്കിൽ അധികം വൈകാതെ വിരഹവും പ്രണയവും മൂത്ത് ഭർത്താവ് ആർച്ചിബാൾഡ് ക്രിസ്റ്റി തന്നെ തേടി വരുമെന്ന് അവർ വ്യർത്ഥമായി വിശ്വസിച്ചു. തുടർന്നു വന്ന ദിവസങ്ങളിലൊന്നിൽ പുറത്തുപോയി തിരികെ റിസപ്ഷനിലേക്ക് വന്ന് മുറിയുടെ താക്കോൽ വാങ്ങിച്ചപ്പോൾ ഹോട്ടൽ മാനേജർ അഗതയ്ക്ക് സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. അയാളുടെ മുന്നിൽ ഡെസ്കിൽ ചിതറിക്കിടക്കുന്ന പത്രങ്ങളുടെ എല്ലാം 1-ാം പേജിൽ തന്നെ അഗതയുടെ ചിത്രങ്ങൾ വലുതായിട്ട് അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. അയാൾക്കും പക്ഷേ മുന്നിൽ ഈ വന്ന് നിൽക്കുന്നത് പത്രത്തിലെ ഫോട്ടോയിൽ കാണുന്ന നോവലിസ്റ്റ് തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും ഇനി ഏത് നിമിഷം വേണമെങ്കിലും താൻ തിരിച്ചറിയപ്പെടാം, സൂക്ഷ്മതയോടെ വേണം പെരുമാറാനെന്ന് അഗത മനസ്സിൽ പറഞ്ഞു. ഇതിനിടയിൽ അഗത ആർച്ചിബാൾഡിന്റെ സഹോദരൻ ക്യാമ്പൽ ക്രിസ്റ്റിക്ക് പരിഭവം പറഞ്ഞുകൊണ്ട് എഴുതിയ ഒരു കത്ത് ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നു. അഗതയുള്ളത് യോർക്ക്ഷയറിലാണെന്ന് കൃത്യമായ സൂചന ആ കത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ യോർക്ക്ഷയറിലെ ഹോട്ടലുകളിൽ പ്രാഥമിക പരിശോധന നടത്തിയ പോലീസിനും പത്രക്കാർക്കും ഒന്നും അവിടെ എങ്ങും അഗതയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. വ്യാഴാഴ്ച ആയപ്പോഴേക്കും പത്രങ്ങൾ അഗത ക്രിസ്റ്റിയുടെ തിരോധാനം കൂടുതൽ വിപുലമായിട്ടുള്ള വാർത്തയാക്കി കഴിഞ്ഞിരുന്നു. അത് അഗതയെ പരിഭ്രമിപ്പിച്ചു. ആത്മഹത്യ ചെയ്യാനെന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ ഒരു റിവോൾവറും കൊണ്ടാണ് അഗത പോയിട്ടുള്ളത് എന്ന് പോലും അന്ന് ഡെയിലി മെയിൽ അടിച്ചുവിടുന്നു. അടുത്ത ദിവസങ്ങളിലൊന്നിൽ അഗതയുടെ മകൾ റോസലിൻഡ് സ്കൂളിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുന്നൊരു ചിത്രം ഡെയിലി മെയിലിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ടപ്പോൾ അഗതയ്ക്ക് വലിയ സങ്കടം തോന്നി. വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ വെസ്റ്റ്മിൻസ്റ്റർ ഗസറ്റ് കണ്ടെത്തിയത് അഗത ജീവനോടെ ഉണ്ട് എന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ്. ഡെയിലി മെയിലിന് കൊടുത്ത അഭിമുഖത്തിൽ ഭർത്താവായ ആർച്ചി പറയുന്നത് അഗതയെ കാണാതായ വെള്ളിയാഴ്ച ദിവസം അവർക്കിടയിൽ യാതൊരു കലഹവും ഉണ്ടായിട്ടില്ല എന്നാണ്. പച്ചനുണ, അഗത അത് വായിച്ചപ്പോൾ മനസ്സിൽ പറഞ്ഞു. അതിനിടയിൽ ഹാരോയിൽ രസകരമായ മറ്റൊരു സംഭവം ഉണ്ടായി. ബോബ് എന്നുപേരുള്ള ഒരു ആർട്ടിസ്റ്റ് റിസോർട്ടിൽ സ്ഥിരമായി ബാൻജോ വായിക്കാൻ വരുമായിരുന്നു. പെർഫോം ചെയ്യുന്ന സമയത്ത് ചുറ്റുമിരിക്കുന്ന അതിഥികളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നത് അയാളുടെ ഒരു വിനോദമായിരുന്നു. വന്ന അന്ന് തൊട്ട് തന്നെ ബോൾ റൂമിൻ്റെ ഒരു മൂലയ്ക്കിൽ സദാ മറഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുന്ന തെരേസ നീൽ എന്ന അതിഥിയെ അയാൾ ശ്രദ്ധിച്ചിരുന്നു. അഗത ക്രിസ്റ്റിയുടെ പടം എല്ലാ എഡിഷനുകളിലും നിരന്തരം വരുന്നതും ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ തെരേസ നീലിന് അഗത ക്രിസ്റ്റിയുടെ നല്ല ഛായയുണ്ട് എന്ന് അയാൾക്ക് തോന്നി. അയാൾ ഇക്കാര്യം ഡ്രമ്മറായിട്ടുള്ള ഹാരിയോട് പങ്കുവച്ചു. അയാളും ഇത് ശരിവച്ചു. പത്രത്തിൽ പറഞ്ഞിരുന്ന 100 പൗണ്ട് സ്റ്റെർലിങ്ങിൻ്റെ ഇനാമിലായിരുന്നു ഇയാളുടെ കണ്ണ്. ആ ഇനാം നേടിയെടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലെ ഒരു ഡിറ്റക്റ്റീവിനെ വിളിച്ച് ഇയാൾ തൻ്റെ തോന്നൽ അറിയിച്ചു. അടുത്ത ദിവസം തന്നെ ആ ഡിറ്റക്റ്റീവ് ഒരു സാർജന്റിനെ അഗത ക്രിസ്റ്റിയുടെ ചിത്രവുമായിട്ട് ഈ ഹോട്ടലിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. ഈ സാർജന്റ് ഫോട്ടോ നോക്കി കൃത്യമായി ആളെ തിരിച്ചറിയുന്നു. പോലീസ് സൂപ്രണ്ടിൻ്റെ അടുത്ത് ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ കണ്ടെത്തലിനോട് വലിയ യോജിപ്പുണ്ടാകാതിരുന്നതുകൊണ്ട് അന്ന് തുടർ നടപടിയൊന്നും ഉണ്ടാവുന്നില്ല. എന്നാൽ അടുത്ത ദിവസം രാവിലെ മിസ്സസ് ക്രിസ്റ്റി ഹാരോയിലെ റിസോർട്ടിലുണ്ട് എന്ന വിവരം പോലീസ് ഭർത്താവായിട്ടുള്ള ആർച്ചിബാൾഡ് ക്രിസ്റ്റിക്ക് കൈമാറുന്നു. ഈ വിവരം അറിഞ്ഞ പാടെ അയാൾ അടുത്ത തീവണ്ടിക്ക് തന്നെ ഹാരോയിൽ എത്താമെന്ന് പോലീസിനെ അറിയിക്കുന്നു. ആർച്ചി വരുന്ന കാര്യം ലീക്കായി പ്രസ്സിന് കിട്ടിയിരുന്നതുകൊണ്ട് പത്ര റിപ്പോർട്ടർമാരും അന്ന് ആ ഹോട്ടലിൽ തമ്പടിക്കുന്നു. പോലീസ് സൂപ്രണ്ടിൻ്റെ നിർദ്ദേശപ്രകാരം ഡിസംബർ 14 തീയതി ചൊവ്വാഴ്ച ആർച്ചി ഹാരോഗേറ്റ് റിസോർട്ടിൽ ഒരു മുറിയെടുക്കുന്നു. അന്ന് രാത്രി 1-ാം നിലയിലെ മുറിയിൽ താമസിക്കുന്ന തെരേസ നീൽ എന്ന അഗത ക്രിസ്റ്റി താഴേക്കിറങ്ങി ഡിന്നർ ഹാളിലേക്ക് നടന്നു വരുന്നു. ഒരു സാറ്റിൻ ഗൗൺ ധരിച്ച് ഹാളിലേക്ക് വരുന്ന വഴിക്ക് അവിടെ ആർച്ചി ഇരിക്കുന്നത് അങ്ങ് ദൂരെ നിന്നേ കണ്ടിട്ടും
അവരുടെ മുഖത്ത് വിശേഷിച്ച് ഭാവഭേദം ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. എന്നാൽ അഗതയെ കണ്ടപ്പോൾ ഉണ്ടായ ഞെട്ടൽ ആർച്ചിയുടെ മുഖത്ത് പ്രകടമായിരുന്നു. അങ്ങനെ നടന്നു വന്ന് തൊട്ടു മുന്നിലെത്തിയപ്പോൾ അഗത ആർച്ചിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അയാളോട് പറഞ്ഞു, മൈ നെയിം ഈസ് തെരേസ നീൽ. തുടർന്നും അല്പനേരം ആർച്ചിയോട് സംസാരിച്ചിരുന്ന ശേഷം അഗത തിരികെ സ്വന്തം മുറിയിലേക്ക് പോകുന്നു. അവിടെയുള്ളത് സ്വന്തം ഭാര്യ തന്നെയാണ് എന്ന് ഉറപ്പിച്ച ശേഷം പത്രപ്രവർത്തകരെ കാണുന്ന ആർച്ചി അവരോട് പറയുന്നത്, ഇതെൻ്റെ ഭാര്യ തന്നെയാണ്, പക്ഷെ അവർക്ക് എന്തോ കാര്യമായിട്ടുള്ള ഓർമ്മ തകരാർ സംഭവിച്ചിട്ടുണ്ട്, നാളെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് തന്നെയാണ് കരുതുന്നത്, ലണ്ടനിൽ എത്തിച്ചാൽ അവിടുത്തെ ഡോക്ടർമാരുമായി സംസാരിച്ച് എന്തെങ്കിലും പറയാം എന്നാണ്. പിറ്റേ ദിവസം ഹാരോഗേറ്റ് ഹോട്ടലിന് മുന്നിൽ തടിച്ചുകൂടി നിന്നിരുന്ന പത്രപ്രവർത്തകർക്കും പോലീസിനും ഇടയിലൂടെ അഗതയുടെ ചേച്ചി മാഡ്ജും അവരുടെ ഭർത്താവും കടന്നു വരുന്നു. ഹോട്ടൽ ലോബിയിലെത്തിയ മാഡ്ജ് നേരെ അനുജത്തിയുടെ മുറിയിലേക്കും അവരുടെ ഭർത്താവ് ആർച്ചിയുടെ മുറിയിലേക്കും പോകുന്നു. പിറ്റേന്ന് വളരെ പണിപ്പെട്ടാണ് പാപ്പരാസികളുടെ കണ്ണുവെട്ടിച്ച് ഇവർ ഹാരോഗേറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നത്. തിരികെ ലണ്ടനിൽ എത്തിയ ശേഷം അഗത ക്രിസ്റ്റിയെ ഡോക്ടർമാരുടെ ഒരു സംഘം പരിശോധനയ്ക്ക് വിധേയയാക്കി. അന്ന് തന്നെ പത്രക്കാർക്ക് വേണ്ടി പുറത്തിറക്കിയ ബുള്ളറ്റിനിൽ പ്രസിദ്ധ ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഹെൻറി വിൽസൺ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ആഫ്റ്റർ എ കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് മിസസ് അഗത ക്രിസ്റ്റി ദിസ് ആഫ്റ്റർനൂൺ we have formed an opinion that she is suffering from an unquestionably genuine loss of memory and that for her future welfare she should be spared of all anxiety and excitement എന്നാണ്. അതായത് മിസ്സിസ് ക്രിസ്റ്റിക്ക് ചെറിയ തോതിലുള്ള ഓർമ്മക്കുറവുണ്ട്, അവരെ കുറച്ചു കാലത്തേക്ക് നമുക്ക് വെറുതെ വിടാം, അങ്ങനെ അവർ അതിൽ നിന്ന് മോചിതയായേക്കാം എന്ന്. ലോകത്തിന്റെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷയായി കഴിഞ്ഞ ഈ 11 ദിവസങ്ങളെക്കുറിച്ച് അഗത ക്രിസ്റ്റി തൻ്റെ ആത്മകഥയിൽ പോലും പിന്നീട് മൗനം പാലിക്കുകയാണുണ്ടായത്. എന്തു പറ്റിയെന്ന് ചോദിച്ചവരോട് ഒന്നും ഓർമ്മയില്ല, അമ്നേഷ്യ ആയിരുന്നു തുടങ്ങിയ മറുപടികളാണ് അവരിൽ നിന്നാകുന്നത്. 1926 ഡിസംബറിലാണ് 11 ദിവസത്തേക്ക് അഗത ക്രിസ്റ്റി എന്ന എഴുത്തുകാരിയെ കാണാതാവുന്നതും തുടർന്ന് നമ്മൾ ഇതുവരെ വിവരിച്ച ബഹളങ്ങളൊക്കെ നടക്കുന്നതും. സംഗതി വിവാഹമോചനത്തിലേക്കൊക്കെ എത്താൻ പിന്നെയും 1-2 വർഷം കൂടി എടുക്കുന്നുണ്ട്. അതിനൊക്കെ മുമ്പ് 1927 ആരംഭത്തിൽ ആശ്വാസം തേടി അഗത കാനറി ദ്വീപുകളിലേക്ക് യാത്ര പോകുന്നു. അതിനും ഏതാണ്ട് ഒരു മാസം മുമ്പ് ദ ബിഗ് ഫോർ എന്ന അവരുടെ കൃതി പുറത്തിറങ്ങിയിരുന്നു. എഴുത്തുകാരിയെ കാണുവാനില്ല എന്ന വാർത്തയ്ക്കും അവരെ കണ്ടുകിട്ടിയെന്ന വാർത്തയ്ക്കും പിന്നാലെയാണ് ആ പുസ്തകം ഇറങ്ങുന്നത്. വിവാദത്തിലൂടെ ആർജിച്ച ജനശ്രദ്ധ മുതലെടുക്കാനായിരുന്നു പ്രസാധകരുടെ ശ്രമം. അതിനു മുമ്പ് സ്കെച്ച് മാസികയിൽ പ്രസിദ്ധീകരിച്ച 4 കഥകൾ ചേർത്ത് ഒരു സമാഹാരമാക്കി പ്രസിദ്ധപ്പെടുത്തുകയായിരുന്നു അന്ന് അവർ ചെയ്തത്. നിരൂപകർ ഈ പുസ്തകത്തെ കണക്കറ്റ് വിമർശിച്ചുവെങ്കിലും ആരാധകർ ഈ പുസ്തകം ഏറ്റെടുത്തതോടെ അതൊക്കെ ഈ മസ്ഥാനത്തായി. ഈ ബഹളങ്ങൾക്കിടയിൽ ഇംഗ്ലണ്ടിൽ നിന്ന് മാറി നിന്നത് അഗതയ്ക്ക് ആശ്വാസം പകർന്നു. ഈ വിദേശവാസകാലത്താണ് അഗത നീലത്തീവണ്ടിയുടെ നിഗൂഢത വിസ്തരിക്കുന്ന ദ മിസ്റ്ററി ഓഫ് ദ ബ്ലൂ ട്രെയിൻ എന്ന തൻ്റെ പുതിയ പുസ്തകം എഴുതി തുടങ്ങുന്നത്. അന്ന് ഏറെ പ്രസിദ്ധമായിരുന്ന ഹാർട്ട് ഓഫ് ഫയർ എന്ന ഇന്ദ്രനീലത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു ഈ നോവൽ. ഫ്രഞ്ച് റിവേരയിലേക്ക് പോകുന്ന ഒരു രാത്രി തീവണ്ടിയിൽ ഒരു കൊലപാതകം നടക്കുന്നു. ഒപ്പം ഈ ഇന്ദ്രനീലവും മിസ്സാകുന്നു. ഭാഗ്യവശാൽ പോറോ അന്ന് ആ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. തനിക്ക് ചുറ്റുമുള്ള യാത്രക്കാർക്കിടയിൽ നിന്ന് വിദഗ്ധമായ അന്വേഷണത്തിലൂടെ കുറ്റവാളിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോറോ നടത്തുന്ന പരിശ്രമങ്ങളിലൂടെയാണ് ഈ നോവൽ പുരോഗമിക്കുന്നത്. അഗത പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ സെക്രട്ടറി ഷാർലറ്റ് ഫിഷർ എഴുതിയെടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രചന പുരോഗമിച്ചത്. അമ്മ മരിക്കുന്നതിന് മുമ്പ് തന്നെ അഗത എഴുതി തുടങ്ങിയതാണ് ഈ പുസ്തകം. അതിനുശേഷം വിവാഹബന്ധം തകർന്നതിൻ്റെ ഉലച്ചിലിനിടയിലും അവരെങ്ങനെയും ഈ പുസ്തകം എഴുതി പൂർത്തിയാക്കാൻ പരിശ്രമിച്ചു. തീർക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്ന ഈ പുസ്തകം അഗത എങ്ങനെയോ എഴുതി അവസാനിപ്പിക്കുകയായിരുന്നു. 1928 മാർച്ചിൽ ഒടുവിൽ ഈ പുസ്തകം ഇറങ്ങിയപ്പോൾ നിരൂപകർ ആരും തന്നെ അതിനെക്കുറിച്ച് കാര്യമായി ഒന്നും തന്നെ എഴുതിയില്ല. പുസ്തകത്തിലെ പ്രധാന കഥാപാത്രങ്ങളുടെ പേര് ഷാർലറ്റ് എന്നും പീറ്റർ എന്നുമായിരുന്നു. ഷാർലറ്റ് അഗതയുടെ സെക്രട്ടറിയുടെ പേരും പീറ്റർ അവരുടെ പ്രിയപ്പെട്ട പട്ടിയുടെ പേരുമായിരുന്നു എന്നത് മറ്റൊരു കൗതുകം. പിന്നെ കുറച്ചു കാലം തൻ്റെ കൃതികളുടെ നാടക സിനിമ ആവിഷ്കാരങ്ങൾക്ക് പിന്നാലെയായിരുന്നു അഗത. 1928 പുറത്തിറങ്ങിയ ദ പാസിംഗ് ഓഫ് മിസ്റ്റർ ക്വീൻ എന്ന 1 മണിക്കൂർ ദൈർഘ്യമുള്ള നിശബ്ദ ചിത്രം തൊട്ട് 2023 ഹാലോവിൻ പാർട്ടി എന്ന കൃതിയെ ആധാരമാക്കി പുറത്തു വന്ന ദ ഹോണ്ടിങ് ഇൻ വെനീസ് എന്ന ചലച്ചിത്രം വരെ അഗത ക്രിസ്റ്റിയുടെ പുസ്തകങ്ങളെ ആധാരമാക്കി ഏറ്റവും ചുരുങ്ങിയത് 30 ഇംഗ്ലീഷ് സിനിമകളെങ്കിലും പുറത്തു വന്നിട്ടുണ്ട്. മറ്റ് ലോകഭാഷകളിലേക്ക് ഉണ്ടായിട്ടുള്ള അഡാപ്റ്റേഷനുകൾ കൂടി പരിഗണിച്ചാൽ ചിത്രങ്ങളുടെ എണ്ണം 50ലേക്ക് വരും. 2026 ജനുവരിയിൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യപ്പെട്ട അഗത ക്രിസ്റ്റീസ് 7 ഡയൽസ് എന്ന ബ്രിട്ടീഷ് മിനി സീരീസാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നത്. എന്നാൽ അതേസമയം തൻ്റെ രചനകളെ ആസ്പദമാക്കി നാടകങ്ങളോ സിനിമകളോ ഒന്നും വരുന്നത് അഗതയ്ക്ക് ഇഷ്ടമേ അല്ലായിരുന്നു എന്നാണ് അണ്ടർസ്റ്റാൻഡിങ് അഗത ക്രിസ്റ്റി എന്ന പേരിൽ പുസ്തകം എഴുതിയ ടൈസൺ പഗിൻ്റെ അഭിപ്രായം. ഈ പുസ്തകത്തിലെ 8ാം അധ്യായത്തിന് അദ്ദേഹം നൽകിയ തലക്കെട്ട് തന്നെ ക്രിസ്റ്റീസ് മർഡേഴ്സ് അറ്റ് ദ മൂവീസ് ആൻഡ് വൈ ഷീ ഡിസ്ലൈക്ക് ദം എന്നാണ്. ഐ ഹാഡ് നോ ഐഡിയ വെൻ ദ ഐഡിയ വാസ് ഫസ്റ്റ് സജസ്റ്റഡ് what terrible suffering you go through with plays owing to the alterations made in them എന്ന് അഗത തന്നെ തൻ്റെ ആത്മകഥയിലും എഴുതിയിട്ടുണ്ട്. അതിനിടെ 1928 ഏപ്രിൽ 20 അഗത കോടതി സമക്ഷം വിവാഹമോചന ഹർജി നൽകുന്നു. നാൻസി നീലിനെ കൊണ്ട് അഗതയ്ക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആ ഹർജിയിൽ ഒരിടത്തു പോലും അവരെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിരവധി പരസ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്ന ഒരു സ്വഭാവ ദുഷ്യക്കാരനായിരുന്നു തൻ്റെ ഭർത്താവ് എന്ന് മാത്രം അഗത അതിൽ സൂചിപ്പിച്ചു.
വിവാഹമോചന ഹർജിയിൽ നടപടികൾ കോടതിയിൽ അതിൻ്റെ വേഗത്തിൽ നടക്കുമ്പോൾ എഴുത്തിൽ വ്യാപൃതയാകാനുള്ള ശ്രമത്തിലായിരുന്നു അഗത. ഒരു കാര്യം അവരെ വല്ലാതെ അലട്ടി. കഷ്ടപ്പെട്ട് വായനക്കാരെ പരിചയപ്പെടുത്തിയെടുത്ത തൻ്റെ പേരിലെ ക്രിസ്റ്റി എന്ന ഭർത്തൃനാമം വിവാഹമോചനത്തിന് ശേഷം ഒഴിവാക്കേണ്ടി വരുമോ എന്നതായിരുന്നു അത്. എന്തായാലും ഹർജി നൽകി 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ കേസ് ഡിഗ്രിയിലേക്ക് എത്തി. മകളുടെ കസ്റ്റഡി അഗതയ്ക്ക് കിട്ടി. ഒപ്പം വിവാഹമോചനം കഴിഞ്ഞ ശേഷവും സാഹിത്യരചനയ്ക്ക് വേണ്ടി ക്രിസ്റ്റി എന്ന സർനെയിം ഉപയോഗിക്കാനുള്ള അനുവാദവും അഗതയ്ക്ക് കിട്ടിയതോടെ ആ കാര്യത്തിൽ അവരുടെ ആശങ്കകൾക്ക് വിരാമമായി. വിധി വന്നതിൻ്റെ അടുത്ത ആഴ്ച തന്നെ ആർച്ചിബാൾഡ് ക്രിസ്റ്റി നാൻസി നീലിനെ വിവാഹം കഴിച്ചു. അതും അഗതയെ വല്ലാതെ വേദനിപ്പിച്ചു. മനപ്രയാസങ്ങൾ നിറഞ്ഞ ഈ കാലയളവിനെക്കുറിച്ച് അഗത തൻ്റെ ആത്മകഥയിൽ കുറിക്കുന്നത് സോ ആഫ്റ്റർ ഇൽനെസ് കെയിം സോറോ, ഡിസ്പെയർ ആൻഡ് ദെൻ ഹാർട്ട് ബ്രേക്ക് ആൻഡ് ദർ ഇസ് നോ നീഡ് ടു ഡെൽ ഓൺ ഇറ്റ് എന്നാണ്. അതായത് അസുഖത്തിന് പിന്നാലെ സങ്കടം വന്നു, പിന്നെ നിരാശയും, പിന്നാലെ ഹൃദയക്ഷതങ്ങളും, അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. പുതിയ പുസ്തകങ്ങളില്ലാതെ മാസങ്ങൾ കടന്നുപോയതോടെ അഗതയുടെ ലിറ്റററി ഏജന്റ് എഡ്മണ്ട് കോർക്ക് പുതിയ പദ്ധതികളുമായിട്ട് മുന്നോട്ട് വന്നു. വില്യം കോളിൻസ് ആൻഡ് സൺസ് എന്ന പ്രസാധകന് വേണ്ടിയായിരുന്നു ഈ പദ്ധതികൾ. മേരി വെസ്മാക്കോട്ട് എന്ന പുതിയ തൂലികാനാമം അഗത സ്വീകരിക്കുന്നത് അങ്ങനെയാണ്. ദുഃഖപര്യവസായിയായിട്ടുള്ള പ്രണയ കഥകൾ എഴുതുന്നവളായിരുന്നു മേരി. ജയൻസ് ബ്രെഡ് എന്നായിരുന്നു ഈ ഓൾട്ടർ ഈഗോയിൽ അവരെഴുതിയ കന്നി പുസ്തകത്തിന്റെ പേര്. പ്രഥമ ദർശന അനുരാഗമായിരുന്നു ഈ പുസ്തകത്തിന്റെ പ്രമേയം. അഗതയുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ നിഴലിച്ച ഒരു പുസ്തകം. അങ്ങനെ ഒരു ഭാഗത്ത് മേരി വെസ്മാക്കോട്ട് പ്രണയ നോവലുകൾ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അഗത എന്ന അപസർപ്പക നോവലിസ്റ്റ് അത്യസാധാരണമായിട്ടുള്ള നിഗൂഢ പ്രമേയങ്ങളിലേക്ക് സഞ്ചരിച്ചു. ചെറുകഥകളായിരുന്നു പലതും. ആർച്ചിബാൾഡ് ക്രിസ്റ്റി അഗതിയുമായിട്ടുള്ള വിവാഹബന്ധം വിച്ഛേദിച്ച ശേഷം ജീവനാംശം ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. മകളുടെ വിദ്യാഭ്യാസത്തിനും ജീവിതത്തിനും വേണ്ടി ഒരു പൗണ്ട് പോലും നീക്കി വെക്കുകയും ചെയ്തില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കാശിന് ഞെരുക്കമുള്ള കാലമായിരുന്നതുകൊണ്ട് ഉടനടി പണം കിട്ടുന്ന വിധത്തിലായിരുന്നു ഈ രചനകൾ. ഒരു കഥയ്ക്ക് 60 പൗണ്ട് വെച്ച് കിട്ടും എന്നതായിരുന്നു പ്രധാന ആകർഷണം. 1928 വിവാഹമോചനത്തിന്റെ സങ്കടങ്ങളിൽ നിന്ന് മുക്തി തേടി അഗത ക്രിസ്റ്റി ഓറിയന്റൽ എക്സ്പ്രസ് എന്നൊരു തീവണ്ടിയിൽ കയറി ആദ്യം ഇസ്താംബുളിലേക്കും അവിടെ നിന്ന് ബാഗ്ദാദിലേക്കും ഒരു സുദീർഘ യാത്രയ്ക്ക് പോയി. അഗതയുടെ ജീവിതത്തിലും എഴുത്തിലുമൊക്കെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു യാത്രയായിരുന്നു അത്. ബാഗ്ദാദിന്റെ തെക്കുഭാഗത്ത് അനേകം കാതങ്ങൾ അകലെ കിടക്കുന്ന ഉർ പട്ടണമായിരുന്നു അഗതയുടെ അന്തിമ ലക്ഷ്യം. 6500 വർഷത്തെ ചരിത്രമുറങ്ങുന്ന നാഗരികതയായിരുന്നു ഉർ പട്ടണം. യൂഫ്രട്ടീസിനും ടൈഗ്രീസിനും ഇടയിൽ കിടക്കുന്ന ഒരു നഗരം, അബ്രഹാമിന്റെ ജന്മസ്ഥലം. ഉർ പട്ടണത്തിൽ അന്ന് ഡോക്ടർ ലിയോണാർഡ് വൂളി എന്നൊരു ആർക്കിയോളജിസ്റ്റ് ഉദ്ഖനനം നടത്തുന്നുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം അഗതയ്ക്ക് ഉർ പട്ടണം കാണാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നു. ആ സന്ദർശനം വളരെ ഹ്രസ്വമായിരുന്നു. അന്ന് ഡോക്ടർ വൂളിയും ഭാര്യ കാത്തറിനുമായി അഗത കാര്യമായ സൗഹൃദം തന്നെ സ്ഥാപിക്കുന്നു. അതിൻ്റെ ഫലത്തിൽ 1930 വീണ്ടും ഒരു സന്ദർശനത്തിനു കൂടി വരണമെന്ന് വൂളി ദമ്പതികൾ അഗതയെ ക്ഷണിക്കുകയും ചെയ്തു. 1928 ക്രിസ്മസ് കാലത്തേക്ക് അഗത തിരികെ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയെത്തി. 1929 ജനുവരിയിൽ അവരുടെ ദ 7 ഡയൽസ് മിസ്റ്ററി എന്ന പുസ്തകം പുറത്തിറങ്ങുകയും ചെയ്തു. അഗത രചിച്ച ഏറ്റവും ആഹ്ലാദകരമായ ത്രില്ലർ എന്ന് ഹെറാൾഡ് ട്രിബ്യൂൺ ഈ പുസ്തകത്തെക്കുറിച്ച് എഴുതി. 1929 ഓഗസ്റ്റിൽ അമേരിക്കയിൽ നിന്ന് അഗതയുടെ അടുത്ത പുസ്തകം പുറത്തു വരുന്നു. ദ സീക്രട്ട് അഡ്വൈസറി എന്ന പുസ്തകത്തിൽ നേരത്തെ അവതരിപ്പിച്ചിട്ടുള്ള ടോമി ടപ്പൻസ് ബെയർസ്ഫോൾഡ് എന്നീ കഥാപാത്രങ്ങളെ ഫീച്ചർ ചെയ്തുകൊണ്ട് പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്ന പേരിലാണ് ആ കഥാസമാഹാരം പുറത്തിറങ്ങിയത്. ഒക്ടോബറിൽ അത് ഇംഗ്ലണ്ടിലും വിൽപ്പനയ്ക്കെത്തി. 1930 ആയപ്പോഴേക്കും നേരത്തെ നിശ്ചയിച്ച പ്രകാരം അഗത അടുത്ത യാത്രയ്ക്ക് പുറപ്പെട്ടു. സിറിയ വഴി ഗ്രീസിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. ബെയ്റൂട്ട് വഴി നടത്തിയ യാത്രയിൽ അഗത വീണ്ടും ഊർ പട്ടണത്തിലെത്തി. ഇത്തവണ അഗതയെ സഹായിക്കാൻ ഡോക്ടർ വൂളിയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള മാക്സ് മെലോവനാണ് എത്തുന്നത്. അഗതയേക്കാൾ 13 വയസ്സെങ്കിലും ഇളയതായിരുന്നു മാക്സ്. അലപ്പോ നഗരത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള മാക്സിന്റെ വിവരണം അഗതയ്ക്ക് വളരെ ഇഷ്ടമായി. അഗതയുടെ ആദ്യ ഭർത്താവ് ആർച്ചിയുടെ നേർവിപരീത പ്രകൃതമായിരുന്നു മാക്സിൻ്റേത്. സൗമ്യ സ്വഭാവി. അഗതയ്ക്ക് പറയാനുള്ളത് പലതിനും അയാൾ ക്ഷമയോടെ ചെവി കൊടുത്തു. ഈ സഞ്ചാരം പുരോഗമിക്കെ ആ ചെറുപ്പക്കാരൻ പതുക്കെ അഗതയോട് കൂടുതൽ അടുത്തു. തന്നെക്കാൾ പ്രായത്തിൽ മുതിർന്ന ആ നോവലിസ്റ്റിനോട് അയാൾക്കുള്ളിൽ പ്രണയം തോന്നി തുടങ്ങി. ആ യാത്ര ഒടുവിൽ ഗ്രീസിൽ പര്യവസാനിച്ചു. അപ്പോഴേക്കും മകൾക്ക് ജ്വരബാധയാണെന്ന് അറിയുന്ന അഗത ആഷ്ഫീൽഡിലേക്ക് അവളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ചെന്നു. പിന്നാലെ മാക്സും അവിടെ എത്തിപ്പെട്ടു. അടുത്ത ദിവസം ആഷ്ഫീൽഡിലെ അഗതയുടെ കിടപ്പറയ്ക്ക് മുന്നിൽ വെച്ച് മാക്സ് അഗതയോട് വിവാഹാഭ്യർത്ഥന നടത്തി. ആദ്യം ഒന്ന് അമ്പരന്നു പോയെങ്കിലും അത് പ്രകടിപ്പിക്കാതെ അഗത മാക്സിനോട് തികച്ചും ഭവ്യമായി തന്നെ തുടർന്ന് സംസാരിച്ചു. പ്രായവ്യത്യാസം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ സ്നേഹപൂർവ്വം അയാളുടെ അഭ്യർത്ഥന തിരസ്കരിച്ചു. മാക്സ് എന്ന വ്യക്തിയെ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരുന്നില്ല, വിവാഹം എന്ന ഏർപ്പാടിലേക്ക് ഒരിക്കൽ കൂടി പോകാൻ താല്പര്യമില്ലാതിരുന്നതുകൊണ്ട് മാത്രമായിരുന്നു അഗതയുടെ തിരസ്കാരം. എന്നാൽ പ്രണയം ഇങ്ങനെ നിഷേധിക്കപ്പെട്ടിട്ടും അഗതയോടുള്ള മാക്സിന്റെ സമീപനത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. അയാൾ അഗതയ്ക്ക് വീണ്ടും നിരന്തരം കത്തുകൾ എഴുതി. ചിലപ്പോഴെങ്കിലും അഗത തിരിച്ച് മറുപടി കത്തുകളും അയച്ചുവിട്ടു. കത്തെഴുത്ത് നിരന്തരം തുടർന്നുപോയി. ഒടുവിൽ ഏതോ ഒരു നിമിഷം അഗതയിലെ കാമുകി ഉണരുന്നു. ജൂൺ മാസത്തിൽ എഴുതിയ കത്തിൽ അഗത തനിക്ക് മാക്സിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ് എന്നറിയിക്കുന്നു. സെപ്റ്റംബറിൽ വിവാഹം ചെയ്യാമെന്ന് അവർ തമ്മിൽ ഒരു ധാരണയിലും എത്തുന്നു.
അതിനിടയിലും അഗതയുടെ പുതിയ പുസ്തകങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നു. 1930 ദി മിസ്റ്റീരിയസ് മിസ്റ്റർ ക്യൂൻ എന്ന പേരിൽ 12 ചെറുകഥകളുടെ ഒരു സമാഹാരം പുറത്തു വന്നപ്പോൾ സാറ്റർഡേ റിവ്യൂ എഴുതുന്നത് അഗതയുടെ അപസർപ്പക ബോധത്തെക്കാൾ മികവും സൗന്ദര്യവും അവരുടെ നർമ്മബോധത്തിനുണ്ട് എന്നായിരുന്നു. അതിനുശേഷമാണ് അഗത ദ മർഡർ അറ്റ് ദ വികാരേജ് എന്ന നോവൽ രചിക്കുന്നത്. സെന്റ് മാരി മീഡ് എന്ന പ്രശാന്തസുന്ദര ഗ്രാമത്തിൽ മിസ് ജെയിൻ മാർപ്പിൾ എന്ന കഥാപാത്രത്തെ പ്രതിഷ്ഠിക്കുന്നതാണ് ഈ നോവൽ. ദ ട്യൂസ്ഡേ നൈറ്റ് ക്ലബ് എന്ന കഥയിലൂടെ അവതരിപ്പിച്ച ഏറെ അപ്രധാനമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ ദ മർഡർ അറ്റ് ദ വികാരേജിലൂടെ കുറെ കൂടി വിശാലമായ പശ്ചാത്തലത്തിൽ പുനരാവിഷ്കരിക്കുകയായിരുന്നു അഗത. സഹോദരി മാഡ്ജിൻ്റെ വസതിയിൽ ഒരു വട്ടം പോയപ്പോൾ അവിടുത്തെ ആ എസ്റ്റേറ്റും ആ ഗ്രാമീണ ജീവിതവുമാണ് ഈ രചനയിലേക്ക് അഗതയെ കൊണ്ടുപോയത്. മിസ് മാർപ്പിൾ എന്ന കഥാപാത്രം രൂപപ്പെടുന്ന പ്രക്രിയ അഗത ആസ്വദിച്ചു. ദ മർഡർ ഓഫ് റോജർ അക്രോയിഡിലെ കരോളിൻ ഷെപ്പേർഡ് എന്ന കഥാപാത്രത്തിൻ്റെ മറ്റൊരു അവതാരമായിരുന്നു മിസ് മാർപ്പിൾ. അഗതയുടെ അമ്മൂമ്മ മേരി ആനിൻ്റെ ചില സ്വഭാവ രീതികളും അവർക്കുണ്ടായിരുന്നു. മിസ്റ്ററി നോവൽ രചനയിൽ അഗതയെ വെല്ലാൻ മറ്റ് എഴുത്തുകാരില്ല എന്നായിരുന്നു ഈ നോവലിനെ കുറിച്ചുള്ള സാറ്റർഡേ നൈറ്റ് റിവ്യൂവിൻ്റെ വാഴ്ത്തൽ. ദ മർഡർ ഓഫ് ദ വികാരേജും ദ ജയൻസ് ബ്രെഡും പുറത്തു വന്നത് 2 എഴുത്തുകാരുടെ പേരിലാണ്. 2 വ്യത്യസ്ത ജോൺറകളിലുള്ള കൃതികളാണ് എങ്കിലും ഒരുപോലെ വായനക്കാരെന്ന് ഹൃദയത്തോട് ചേർത്ത് പുസ്തകങ്ങളാണ് അവ. നേരത്തെ ഉണ്ടാക്കിയ ധാരണ പ്രകാരം 1930 സെപ്റ്റംബർ 11 എഡിൻബ്രയിലെ സെന്റ് കുത്പട്ട് പള്ളിയിൽ വെച്ച് അഗതയും മാക്സും വിവാഹിതരാകുന്നു. മകൾ റോസലിൻഡും സെക്രട്ടറി ഷാർലറ്റുമാണ് അതിന് സാക്ഷ്യം വഹിച്ചത്. വിവാഹത്തോട് വിയോജിപ്പുണ്ടായിരുന്ന സഹോദരി മാഡ്ജ് ആ ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു. അഗതയുടെ സമ്പത്ത് ദൂർത്തടിക്കാനെത്തിയ പുരുഷനാണ് മാക്സ് എന്നായിരുന്നു ചേച്ചിയുടെ കണ്ടെത്തൽ. എന്നാൽ ആ ആശങ്കകൾക്ക് വിരുദ്ധമായി ഏറെ സമാധാനപൂർണ്ണമായ ഒരു ബന്ധമാണ് അഗതയ്ക്ക് മാക്സുമായിട്ടുണ്ടായിരുന്നത്. നിനവെ മുതൽ നിമ്രൂദ് വരെ നിരവധി ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ സൈറ്റുകളിൽ അഗത മാക്സിനെ അനുഗമിച്ചു. അയാൾക്കൊപ്പം നിരവധി ഉത്ഖനനങ്ങളിൽ പങ്കെടുത്തു. ആ യാത്രകൾ സമ്മാനിച്ച അനുഭവങ്ങൾ പിന്നീട് അഗതയുടെ പല നോവലുകൾക്കും പശ്ചാത്തലമൊരുക്കി. അഗതയുടെ ആത്മകഥ ആരംഭിക്കുന്നത് അവരുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലോ അല്ലെങ്കിൽ അവരുടെ തിരോധാനത്തിലോ ഒന്നുമല്ല. അത് തുടങ്ങുന്നത് 1950 നിമ്രൂദിൽ നിന്നാണ്. വിവാഹശേഷം ദമ്പതികൾ ചെൽസിയിലെ ക്രസ്വെൽ പാലസിൽ കുറച്ചുകാലം താമസിച്ചു. ശേഷം കെൻസിംഗ്ടണിലെ ഷെഫീൽഡ് ടെറസിൽ കുറേക്കാലം പാർത്ത ശേഷം ബാലിംഗ്ഫോർഡിനടുത്തുള്ള വിൻഡർബ്രൂക്ക് ഹൗസ് എന്ന പേരിൽ ഒരു വലിയ ഭവനം അവർ വില കൊടുത്തു വാങ്ങി. ഇതായിരുന്നു പിന്നീട് ഏറെക്കാലത്തേക്ക് ഇവരുടെ പ്രധാന വസതി. ഇവിടെ ഇരുന്നു കൊണ്ടാണ് അഗത ക്രിസ്റ്റി അവരുടെ പിൽക്കാലത്ത് ഏറെ ജനപ്രിയമായിട്ടുള്ള പല കൃതികളും രചിച്ചിട്ടുള്ളത്. 1936 മർഡർ ഇൻ മെസോപ്പൊട്ടേമിയ പുറത്തു വരുന്നു. അത് വായിച്ച കാതറിൻ വൂളി അതിലെ കഥാപാത്രം താനാണ് എന്ന് തിരിച്ചറിയുന്നു. 1939 2ാം ലോക മഹായുദ്ധം ആസന്നമായിരിക്കുന്ന സമയത്ത് ഡാട്ട് നദിയുടെ തീരത്ത് മാക്സുമത്ത് ആയിട വാങ്ങിച്ച ഗ്രീൻവേ ഹൗസ് എന്ന ജോർജിയൻ ബംഗ്ലാവിലെ റീഡിംഗ് റൂമിൽ ഇരുന്നു കൊണ്ട് അഗത 2 മാനുസ്ക്രിപ്റ്റുകൾ എഴുതുന്നു. ഒന്ന് ഡിറ്റക്റ്റീവ് ഹെർക്കുൽ പോറോ മരിക്കുന്ന കേർട്ടൺ എന്ന കഥ. രണ്ടാമത്തേത് മിസ് ജെയിൻ മാർപ്പിളിൻ്റെ അവസാനത്തെ കേസിൻ്റെ കഥ പറയുന്ന സ്ലീപ്പിംഗ് മർഡർ എന്ന മറ്റൊരു കഥ. ഇത് രണ്ടും എഴുതി തീർത്ത ശേഷം അഗത അതിൻ്റെ മാനുസ്ക്രിപ്റ്റുകൾ ബാങ്ക് ലോക്കറിൽ വെച്ച് പൂട്ടുന്നു. യുദ്ധം മുറുകുമ്പോൾ ബോംബ് വിണങ്ങാനും താൻ കൊല്ലപ്പെട്ടാലോ എന്നൊരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ രചിച്ച ഈ 2 കൃതികളും അന്നങ്ങനെ സംഭവിക്കാതിരുന്നതുകൊണ്ട് മാത്രം അടുത്ത 35 കൊല്ലക്കാലത്തേക്ക് പിന്നീട് വെളിച്ചം കണ്ടതേയില്ല. 50-ാം വയസ്സിൽ രണ്ടാമതൊരു ലോകമഹായുദ്ധം കൂടി വന്നപ്പോൾ അഗത വീണ്ടും കഴിഞ്ഞ തവണത്തെ പോലെ തൻ്റെ ഡിസ്പെൻസറി ഡ്യൂട്ടിയിലേക്ക് മടങ്ങിപ്പോയി. തൻ്റെ 24-ാം വയസ്സിൽ ചെയ്ത അതേ ആവേശത്തോടും ആത്മാർത്ഥതയോടും കൃത്യതയോടും കൂടി അവർ മരുന്നുകൾ തയ്യാറാക്കി ആവശ്യക്കാർക്ക് കൊടുത്തു. പകൽ മുഴുവൻ ഡിസ്പെൻസറിയിൽ പണിയെടുത്ത ശേഷം രാത്രി ഉറക്കം വെച്ചിരുന്നും എഴുത്തു തുടർന്നു. വർഷത്തിൽ ഒരു നോവൽ എന്ന തൻ്റെ പതിവ് അവരപ്പോഴും മുടക്കിയില്ല. 1941 അഗത NORM എന്ന പേരിൽ ഒരു സ്പൈ ത്രില്ലർ നോവൽ രചിക്കുന്നുണ്ട്. ഈ 2 അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കപ്പെട്ടിരുന്ന 2 നാസി ഏജന്റുമാരാണ് നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇംഗ്ലണ്ടിൽ വന്ന് ഒളിച്ചു പാർത്തിരുന്ന് ചാരവൃത്തി നടത്തിയിരുന്നവർ. ഈ നോവലിലെ മറ്റൊരു മെയിൻ ക്യാരക്ടറിൻ്റെ പേര് അഗത ഇടുന്നത് മേജർ ബ്ലെച്ച്ലി എന്നാണ്. ഈ സമയത്താണെങ്കിൽ യുദ്ധം കാരണം ബ്രിട്ടൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള MI5 വെകിലി പിടിച്ചിരിക്കുന്ന കാലമാണ്. ചെറിയ എന്തെങ്കിലും കാര്യം മതി അന്ന് അവർക്ക് ആരെയെങ്കിലും സംശയിക്കാൻ. ഈ ബ്ലെച്ച്ലി എന്ന പേര് കഥാപാത്രത്തിന് വന്നത് അവരിൽ സംശയം ജനിപ്പിച്ചു. കാരണം അന്നത്തെ അവരുടെ ടോപ്പ് സീക്രട്ട് കോഡ് ബ്രേക്കിംഗ് ഹെഡ് ക്വാർട്ടേഴ്സ് പ്രവർത്തിച്ചു പോന്നിരുന്നത് ബ്ലെച്ച്ലി പാർക്ക് എന്ന പേരുള്ള ഒരു കൺട്രി സൈഡ് ബംഗ്ലാവിലാണ്. ജർമ്മൻ എനിഗ്മ കോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു യൂണിറ്റ് ഉണ്ടാക്കിയതും അതിങ്ങനെ ബ്ലെച്ച്ലി പാർക്കിൽ പ്രവർത്തിച്ചിരുന്നതുമൊക്കെ വളരെ ചുരുക്കം പേർക്ക് മാത്രം അറിയാവുന്ന പരമരഹസ്യങ്ങളായിരുന്നു. അങ്ങനെയിരിക്കെ അഗത ക്രിസ്റ്റി നാസി ചാരന്മാരെക്കുറിച്ച് ഒരു നോവൽ എഴുതുക, അതിലൊരു കഥാപാത്രത്തിന് മേജർ ബ്ലെച്ച്ലി എന്ന് പേര് വരിക. അതോടെ MI5 ആകെ ആശയക്കുഴപ്പത്തിലായി. ഇങ്ങനെ ഒന്നിനെക്കുറിച്ച് അഗത ക്രിസ്റ്റിയെ പോലെ ഒരു ഔട്ട്സൈഡർക്ക് അറിവുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു സെക്യൂരിറ്റി ലീക്കാണ്. അങ്ങനെ ഒരു വിവരം അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു സ്പൈ ത്രില്ലറിൽ ആ പേര് വെറുതെയെങ്കിലും പരാമർശിക്കുന്നത് പോലും ശത്രുരാജ്യങ്ങൾക്ക് ക്ലൂ കൊടുക്കുന്നത് പോലെയാണ്. സ്വാഭാവികമായിട്ടും അവർ അഗത ക്രിസ്റ്റിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചു. അവർക്ക് അറിയേണ്ടിയിരുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്: ബ്ലെച്ച്ലി പാർക്കിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും അഗതയുടെ പരിചയക്കാരായിട്ടുണ്ടോ? അങ്ങനെ ഒരു ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ അറിഞ്ഞു വെച്ചുകൊണ്ട് മനഃപൂർവ്വം പുറത്തുവിട്ടതാണോ അഗത?
സത്യം പറഞ്ഞാൽ അഗതയ്ക്ക് അങ്ങനെ ബ്ലെച്ച്ലി പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഡിലി നോക്സ് എന്നൊരു സ്നേഹിത ഉണ്ടായിരുന്നു. പക്ഷേ നോവലിലെ കഥാപാത്രത്തിന് മേജർ ബ്ലെച്ച്ലി എന്ന് പേരിടാൻ കാരണം അവരല്ല. ഒരിക്കൽ ഓക്സ്ഫോർഡിൽ നിന്ന് ലണ്ടനിലേക്ക് തീവണ്ടിയിൽ പോകുന്ന വഴിക്ക് ബ്ലെച്ച്ലി പാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവരുടെ ട്രെയിൻ അകാരണമായി മണിക്കൂറുകളോളം പിടിച്ചിട്ടിരുന്നു. അങ്ങനെ വണ്ടി വൈകിയതിൽ അഗതയ്ക്കുണ്ടായ അനിഷ്ടമാണ് ആയിടെ എഴുതിക്കൊണ്ടിരുന്ന നോവലിലെ അത്രയ്ക്ക് ലവബിൾ അല്ലാത്തൊരു കഥാപാത്രത്തിന് അങ്ങനെ ഒരു പേരിട്ടുകൊണ്ട് പ്രതികാരം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് എന്ന് അറിഞ്ഞപ്പോൾ MI5 അധികാരികൾക്ക് ഒരേ സമയം ആശ്വാസവും സന്തോഷവും തോന്നി. 1952 അഗത ക്രിസ്റ്റിയുടെ എക്കാലത്തെയും പ്രസിദ്ധമായ നാടകം ദ മൗസ് ട്രാപ്പ് ലണ്ടനിലെ വെസ്റ്റ് എൻഡ് തിയേറ്റർ ഡിസ്ട്രിക്റ്റിൽ പ്രദർശനം ആരംഭിച്ചു. BBC-ക്ക് വേണ്ടി റേഡിയോ നാടകമായിട്ട് എഴുതിയ കൃതി ക്വീൻ മേരിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഒരു പ്രോപ്പർ നാടകമായിട്ട് പിന്നീട് അരങ്ങിലെത്തുന്നത്. അന്ന് തന്നെ പ്രൊഡ്യൂസറായിട്ടുള്ള പീറ്റർ സാൻഡേഴ്സിനോട് അഗത പറയുന്നത് നമുക്ക് യോഗമുണ്ടെങ്കിൽ ഇതൊരു 7 മാസമൊക്കെ കളിക്കുമെന്നാണ്. ഈ നാടകത്തിൻ്റെ ആജീവനാന്ത പകർപ്പവകാശം അഗത പിന്നീട് തൻ്റെ കൊച്ചുമകൻ മാത്യു പ്രിച്ചാർഡിന് ഒരു പിറന്നാൾ സമ്മാനമായിട്ട് നൽകുന്നു. അന്ന് 1 പൗണ്ട് മാത്രം മൂല്യമുണ്ടായിരുന്ന അത് പിന്നീട് മാത്യുവിനെ ഒരു കോടീശ്വരനാക്കി മാറ്റുന്നു. 1952 താൻ തുറന്നു വെച്ച എലിപ്പെട്ടി ഒരിക്കലും അടയാതെ തുറന്നു തന്നെ ഇരുന്നു എന്നത് അഗത ക്രിസ്റ്റിയെ എന്നും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. 1956 അഗത ക്രിസ്റ്റിക്ക് ഡെയിം കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ എന്ന പരമോന്നത പദവി നൽകപ്പെട്ടു. ആർക്കിയോളജി രംഗത്തെ സേവനങ്ങളെ മാനിച്ച് മാക്സിനും നൈറ്റ്ഹുഡ് കിട്ടി. 1939 എഴുതി ബാംഗ്ലോക്കറിൽ വെച്ച തൻ്റെ അപസർപ്പകനായിട്ടുള്ള ഹെർക്യുൽ പോറോ മരിക്കുന്ന കേട്ടൻ എന്ന കൃതി ഒടുവിൽ 1975 അച്ചടിമഷി പുരളാൻ അഗത അനുവദിച്ചു. ആ കഥയടങ്ങിയ പുസ്തകം പുറത്തിറങ്ങിയതിന് പിന്നാലെ ന്യൂയോർക്ക് ടൈംസ് പത്രം ആ സാങ്കല്പിക കഥാപാത്രത്തിന് ഒരു ഒബിച്വറി തങ്ങളുടെ 1-ാം പേജിൽ തന്നെ പ്രസിദ്ധീകരിച്ചു. പൊറോയുടെ മരണത്തിൽ അക്ഷരാർത്ഥത്തിൽ സങ്കടപ്പെട്ടുകൊണ്ടുള്ള ഒരു 1-ാം തരം ചരമക്കുറിപ്പായിരുന്നു അത്. 1976 ജനുവരി 12 വാലിംഗ്ഫോർഡിലെ വിൻഡർബ്രൂക്ക് ഹൗസിൽ വെച്ച് തൻ്റെ 85-ാം വയസ്സിൽ ലോകത്തിലെ ഏറ്റവും ജനപ്രിയയായിട്ടുള്ള അപസർപ്പക നോവലിസ്റ്റ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂർച്ഛിച്ച് തൻ്റെ അന്ത്യശ്വാസം വലിച്ചു. ലണ്ടനിലെ നാടകശാലകൾ തങ്ങളുടെ ലൈറ്റുകൾ അല്പനേരത്തേക്ക് ഡിം ചെയ്തുകൊണ്ട് അഗതയ്ക്ക് യാത്രയയപ്പ് നൽകി. വെസ്റ്റ് എൻഡിൽ അപ്പോഴും മൗസ് ട്രാപ്പ് അതിൻ്റെ പ്രദർശനം തുടർന്നുപോയി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 200 കോടിയിലധികം പുസ്തകങ്ങൾ അച്ചടിച്ചു വന്നിട്ടുണ്ട് അഗതയുടേതായി. ജനപ്രീതിയിൽ ബൈബിളിനും ഷേക്സ്പിയറിനും മാത്രം പിന്നിലാണ് അഗത. അവസാനത്തെ അധ്യായത്തിൽ മാത്രം പരിഹാരമുണ്ടാകുന്ന നിരവധി സമസ്യകൾ തൻ്റെ അപസർപ്പക കഥകൾക്ക് വേണ്ടി മെനഞ്ഞുകൊണ്ടാണ് അഗത ക്രിസ്റ്റി എന്ന പ്രതിപാദനയായിട്ടുള്ള എഴുത്തുകാരി ഒരു ആയുഷ്കാലം മുഴുവൻ ചെലവിട്ടത്. അവരെഴുതിയ പുസ്തകങ്ങളിൽ അവർ പ്ലേസ് ചെയ്തിരുന്ന ഓരോ ക്ലൂവിനും അതിൻ്റേതായിട്ടുള്ള ഉദ്ദേശമുണ്ടായിരുന്നു. അഗത എഴുതി വെച്ച ജനങ്ങളെ ഉദ്യോഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ നോവലുകളിലെ എല്ലാ സസ്പെൻസുകളെയും ഒരുമിച്ച് വെച്ചാലും അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന ഒന്നായിരുന്നു അവരുടെ 11 ദിവസത്തെ തിരോധാനത്തിൽ ലോകം അനുഭവിച്ചത്. അന്ന് സംഭവിച്ചത് എന്തായിരുന്നു, അങ്ങനെ ലോകത്തിൻ്റെ കണ്ണിൽ നിന്ന് ഓടി ഒളിച്ചു പാർത്തത് എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് അഗത ജീവിത സായാഹ്നത്തിൽ എഴുതിയ സ്വന്തം ആത്മകഥയിൽ പോലും വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. ജീവിതത്തിൽ പ്രാണന തുല്യം സ്നേഹിച്ചവരിൽ നിന്നുണ്ടായിട്ടുള്ള വഞ്ചന, അതേൽപ്പിച്ച ഹൃദയക്ഷതങ്ങൾ, അവിചാരിതമായി ഉണ്ടായ ആഗോള പ്രസിദ്ധിയുടെ പാർശ്വഫലങ്ങൾ, ഇതിൻ്റെയൊക്കെ മുന്നിൽ പകച്ചു നിന്നുപോയ ഒരു സാധാരണ സ്ത്രീ മാത്രമായിരുന്നു അഗത പലപ്പോഴും. എന്നാൽ ജീവിതം ചെലുത്തിയ സമ്മർദ്ദങ്ങൾ ഒരിക്കലും തൻ്റെ തൂലികയെ ബാധിക്കാൻ അവർ അനുവദിച്ചിട്ടില്ല. ദുഃഖം മറക്കാൻ അവർ തുടർച്ചയായി യാത്രകൾ നടത്തി, പലതരത്തിലുള്ള ആളുകളുമായി നേരിട്ടിടപഴകി. ആർത്തലച്ചു വരുന്ന തിരമാലകൾക്ക് മുകളിലൂടെ സർഫിംഗ് നടത്തലായിരുന്നു അവരുടെ മറ്റൊരു സംഘർഷ ലഘൂകരണ മാർഗം. വീട്ടുവളപ്പിലെ മാവിൻചോട്ടിൽ ഇരുന്നു കൊണ്ട് സ്വയം വായിക്കാൻ പഠിപ്പിച്ച 5 വയസ്സുകാരിയിൽ നിന്ന് സാഹിത്യത്തിൽ യാതൊരുവിധ അക്കാദമിക പരിശീലനവും കിട്ടാതിരുന്നിട്ടും ലോകത്തെ മുഴുവൻ ത്രില്ലടിപ്പിച്ച ഒരു അപസർപ്പക നോവലിസ്റ്റ് എന്ന നിലയിലേക്കുള്ള അഗത ക്രിസ്റ്റിയുടെ വളർച്ച ആരെയും ആവേശം കൊള്ളിക്കുന്ന ഒന്നാണ്. ക്വീൻ ഓഫ് ക്രൈം എന്ന പട്ടം അവർക്ക് ആരും ചുമ്മാ ചാർത്തി നൽകിയതല്ല, തൻ്റെ എഴുത്തിൻ്റെ ബലത്തിൽ അവർ സ്വയം ആർജിച്ചെടുത്തതാണ് എന്നതിലും സംശയത്തിനിടയില്ല. 36-ാം വയസ്സിൽ കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു പോയതാണ് അഗത ക്രിസ്റ്റിയുടെ ഹൃദയം. ആ ഹൃദയത്തിൻ്റെ നുറുങ്ങുകൾ പെറുക്കിയെടുത്ത് ജാപ്പനീസ് കിൻസുഗി ആർട്ടിൽ എന്ന പോലെ തൻ്റെ എഴുത്തിൻ്റെ സ്വർണ്ണപ്പശ ചേർത്ത് സശ്രദ്ധം കൂട്ടിയൊട്ടിച്ച് ഈ ലോകത്തിനു മുന്നിൽ അവർ സൃഷ്ടിച്ചു വെച്ച ഭാവനാ പ്രപഞ്ചം ഇനിയും എത്രയോ പേർക്ക് പ്രചോദനം പകർന്നുകൊണ്ട് ലോകമുള്ളിടത്തോളം കാലം തുടർന്നു പോകും. മറ്റു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.